ഇന്ന് നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മുടെ വത്തിക്കാൻ കൗൺസിൽ പഠന പരമ്പരയുടെ 74ാമത്തെ ക്ലാസ്സിലേക്ക് ഒരു 3 വർഷത്തോളമൊക്കെ ആയി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും നാളുകളായി നമ്മൾ ആരംഭിച്ചിരിക്കുന്ന തിരുസഭയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പരമ്പരയുടെ പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു കൂട്ടായ്മയായി വളർന്നു വരികയും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് പഠിക്കുകയൊക്കെ ചെയ്യാനുള്ള അവസരം കർത്താവായ മിശിഹ നമുക്ക് ഒരുക്കി തരികയൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗം എന്താണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പൊതുധാരണയിൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനം അതെന്താണ് എന്നതിനെക്കുറിച്ചുള്ള പഠനമായിരുന്നു. അത് പ്രസക്തമായിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നാളിതുവരെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സാധാരണ ധാരണ ബൈബിളിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ വായിക്കുക, അതിൻ്റെ വ്യാഖ്യാനം കണ്ടെത്തുക എന്നതാണ്. പക്ഷെ അതിൻ്റെ മുമ്പൊരു സ്റ്റേജ് ഉണ്ട്. ആ എഴുതപ്പെട്ടിരിക്കുന്ന വചനം തന്നെ എന്താണ് എന്നറിയുക എന്നുള്ളതാണ്. അതറിഞ്ഞാലാണ് അതിൽ എഴുതിയിരിക്കുന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ പഠന പരമ്പരയിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ വചനം തന്നെ എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് മുതൽ ഇതുവരെ ഞാൻ കൗൺസിലിൻ്റെ ഡോക്യുമെന്റുകളുടെ പല ഭാഗങ്ങളിൽ നിന്നെടുത്ത് ഒരു പ്രത്യേക വിധത്തിൽ കൂട്ടിയിണക്കി പറഞ്ഞു പോവുകയായിരുന്നു. നമ്മളിപ്പോൾ മുതൽ ആ കൗൺസിലിൻ്റെ ഡോക്യുമെന്റുകൾ തന്നെ ഒന്ന് ക്രമമായി പരിശോധിക്കാനുള്ള ശ്രമം നടത്തുക. അത് നമുക്ക് ഈ കൗൺസിൽ ദൈവവചനത്തെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതായതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് കടന്നു പോകും. അതിനുശേഷം ആ ഒരു കണ്ടിന്യൂറ്റി അത് പൂർത്തിയാകുമ്പം നമ്മൾ വചനഭാഗങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കും. കൂടുതൽ നമ്മളുടെ ചോദ്യോത്തരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വ്യാഖ്യാനിക്കാനും വായിക്കാനും ഒക്കെ ആയിട്ട് ശ്രമിക്കും. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ച് വചനമാംസമായ അവിടുത്തെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ബുദ്ധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. പിതാവിൻ്റെ ഐക്യപ്പെട്ട വചനമാകുന്ന അങ്ങ് ഞങ്ങളോട് സംസാരിക്കാൻ തിരുമനസ്സായി. ഞങ്ങളോടുള്ള സ്നേഹത്താൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങളുടെ കൂടെ വസിച്ചു, ഞങ്ങൾക്ക് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ഞങ്ങളെ അങ്ങയുടെ പങ്കുകാരാക്കി മാറ്റി. നല്ല ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനത്തെ, അങ്ങ് തന്നെയാകുന്ന വചനത്തെ ആഴത്തിലറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. അതുവഴി ഞങ്ങൾ അങ്ങയെ കൂടുതൽ അറിയട്ടെ, അങ്ങ് ഞങ്ങൾക്ക് കൂടുതൽ സമീപസ്ഥനാകട്ടെ, ഞങ്ങൾ അങ്ങയോട് ചേർന്നിരിക്കട്ടെ. അനേകരോട് വചനം പ്രഘോഷിക്കാൻ കഴിയുന്ന പ്രേക്ഷിതരായി ഞങ്ങളെ അവിടുന്ന് ഉയർത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവവചനത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ദൈവവചനം അത് ഒരു മനുഷ്യന്റെ ആത്മാവിൻ്റെ ഭോജനം കൂടിയാണ്. മറ്റ് ഗ്രന്ഥങ്ങളോ മറ്റ് പഠനശാഖകളോ നമ്മുടെ ഇന്റലക്ച്വലി നമ്മളെ ഉയർത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അനുദിന ജീവിതത്തിന്റെ കുറച്ചുകൂടെ മെച്ചപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നതാകാം. പക്ഷേ ദൈവവചനത്തിന്റെ പ്രത്യേകത, അതിനകത്ത് അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രബോധനങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ അതിൻ്റെയും അപ്പുറത്ത് വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ദൈവവചനം എന്നതാണ് ദൈവവചനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിലുള്ള കുഴപ്പം, ലോകത്തിൽ പല ആളുകളും പല വിധത്തിൽ വചനത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. ചിലരെ സംബന്ധിച്ച് അതൊരു ഗുഡ് ലിവിങ്ങിന്റെ ഒരു മാഗ്ന കാർട്ടയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സാമൂഹ്യ ജീവിതം നയിക്കാൻ, നല്ല പെരുമാറ്റമൊക്കെ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ട് കരുതുന്ന ആൾക്കാരുണ്ട്. യേശുദേവന്റെ നല്ല പ്രബോധനങ്ങൾ എന്നൊക്കെ പറഞ്ഞായിരിക്കും അവരതിനെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ വിധത്തിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റു ചില ആളുകൾക്ക് വലിയ ആഴമുള്ള സാഹിത്യ രൂപങ്ങളുള്ള രചനാത്മക സങ്കേതങ്ങൾ മനോഹരമായി വിന്യസിച്ചിരിക്കുന്ന ഒരു പുസ്തകമായിട്ട് അതിനെ പഠിക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മെ സംബന്ധിച്ച് നാം ദൈവവചനത്തെ കാണുന്നത് നിത്യജീവന്റെ പഠന ഗ്രന്ഥമായിട്ടാണ്, നിത്യജീവന്റെ ഭോജനമായിട്ടാണ്, നിത്യജീവന്റെ ഭക്ഷണമായിട്ടാണ്. അതുകൊണ്ട് വചനത്തെ സമീപിക്കുന്ന ഏവനും നിത്യജീവന്റെ വചനത്തെയാണ്, നിത്യജീവന്റെ ഉറവിടത്തെയാണ് സമീപിക്കുന്നത് എന്നോർക്കണം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വചനത്തെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പം ഈ ഭൂമിയിൽ ജീവിക്കാൻ കൊള്ളാവുന്ന വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കുക എന്നതിനേക്കാൾ ഈ ജീവിതത്തിലൂടെ സ്വർഗരാജ്യത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് പറയാനുള്ളതാണ് അത് എന്നോർത്തുകൊണ്ട് വേണം അത് വ്യാഖ്യാനിക്കാൻ. ഇനി
ഈ വചനത്തിൽ മിശിഹ എന്താണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം തന്നെ തന്നെ നൽകിയപ്പോൾ, ദൈവം തന്നെ തന്നെ നൽകുന്ന ഈ വെളിപാടിന്റെ പ്രവൃത്തിക്ക് വിളിക്കുന്ന പേര് ദൈവാവിഷ്കരണം എന്നാണ്. ദൈവാവിഷ്കരണം എന്നാണ്. ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇച്ചിരി സാങ്കേതിക പദങ്ങൾ പോലെ നമുക്ക് ചിലപ്പം ഇങ്ങനെ പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് തോന്നാവുന്നതേ ഉള്ളൂ. എന്നോട് കഴിഞ്ഞ ദിവസം കൂടെ ആൾ പറഞ്ഞു, കുറച്ച് ഇങ്ങനെ തിയററ്റിക്കൽ ആണല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇത് അങ്ങനെ തന്നെയാണ്. കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലാണ് നമുക്ക് അതിന്റെ പ്രായോഗിക വശങ്ങളെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അല്പം ഒന്ന് ശ്രദ്ധയോടെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നമുക്ക് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന ആ ദൈവിക രഹസ്യത്തിന്റെ ഉള്ളർത്ഥങ്ങളെ കുറിച്ചൊരു ധാരണയുണ്ടാവും. അതെന്താണെന്നൊരു സമഗ്ര ധാരണയുണ്ടാവും. എന്നിട്ട് നമ്മൾ വചനം വായിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്കതിനെ ശരിക്കും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത്. ഇനി നമുക്കിന്ന് പറഞ്ഞു തുടങ്ങേണ്ടത് അതിന്റെ ഒരു അടിസ്ഥാന ആരംഭത്തെക്കുറിച്ചാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ തീരുമാനിച്ചത്? ഇന്നത്തെ ചോദ്യത്തിന്റെ ആദ്യത്തെ ചോദ്യമായിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ തീരുമാനിച്ചത് എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഒത്തിരി പ്രാർത്ഥിച്ചതുകൊണ്ട് എന്നാൽ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കൊടുത്തേക്കാം, ഞാൻ ആരാണെന്ന് ഇവരോട് പറഞ്ഞേക്കാം എന്ന് കരുതിയിട്ടാണോ? അതോ ദൈവത്തിന് ഞാനിത് അറിയിച്ചു കഴിഞ്ഞാൽ ചില നേട്ടങ്ങൾ എനിക്കുണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ പറയാൻ കാരണം? കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ എന്നോട് ചോദിച്ചു, ദൈവം എന്തുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ ആരാധിക്കാൻ പറയുന്നത് എന്ന് ചോദിച്ചു. ദൈവം നമ്മളാരെങ്കിലും നമ്മളെ ആരാധിക്കാൻ പറയൂ? ഓ, എന്നെ മൈൻഡ് ചെയ്യേണ്ടെന്നല്ലേ പറയും. ദൈവം എന്തുകൊണ്ടാണ് തന്നെ ഇങ്ങനെ ആരാധിക്കാൻ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു. ഞാൻ അതിന്റെ ഉത്തരവ് കൊടുത്തു. നമുക്കുണ്ടാകാവുന്ന ഒരു സംശയമാണ്, ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ നമ്മോട് സംസാരിക്കാൻ തീരുമാനിച്ചു? ദൈവത്തെ എന്താണ് അതിന് നിർബന്ധിച്ചത്? പുറത്തുനിന്നൊന്നും ദൈവത്തെ തന്നെ തന്നെ വെളിപ്പെടുത്താൻ നിർബന്ധിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ കാര്യം. തന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വെളിപാട് ആവിഷ്കരിക്കുക, തന്നെ തന്നെ നൽകുക. വിശുദ്ധ ഗ്രന്ഥം വെളിപാടിന്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. വെളിപാട് എന്ന് പറയുന്ന ദൈവത്തിന്റെ തന്നെ തന്നെയുള്ള അവതരിപ്പിക്കലിന്റെ, തന്നെ തന്നെയുള്ള നൽകലിന്റെ ഒരു ഭാഗമാണ് വിശുദ്ധ ഗ്രന്ഥം. ആ വിശുദ്ധ ഗ്രന്ഥം കൂടി ഉൾപ്പെടുന്ന ദൈവിക വെളിപാടിന്, അഥവാ തന്നെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ, ഞാൻ ഇതാണ്, ഞാൻ ഇങ്ങനെയുള്ള ദൈവമാണ്, എനിക്ക് നിങ്ങളോട് ഇങ്ങനെയുള്ള ബന്ധമാണുള്ളത്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ദൈവം എന്തുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത്? ദൈവത്തിന്റെ വലിയ മഹത്വത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ വേറെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടികളായിരിക്കുന്ന നമ്മോട് എന്തിനാണ് ദൈവം സംസാരിക്കുന്നത്? അതിന് തിരുസഭ കൊടുക്കുന്ന ഉത്തരം വളരെ സിമ്പിളാണ്. അത് രസകരമാണ്. ഇത്ര നിസ്സാരമാണോ എന്ന് നമുക്ക് തോന്നാനും ഇടയുള്ള ഒരു ഉത്തരമാണ് തിരുസഭ കൊടുക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ, തൻ്റെ അനന്തമായ നന്മയിലും ബുദ്ധിയിലും ജ്ഞാനത്തിലും നിന്നാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് എന്ന്. അത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ, ദൈവത്തിനുള്ള ദൈവിക വെളിപാടിന്റെ പ്രചോദനം പുറത്തുനിന്നൊന്നുമല്ല. ദൈവം തന്നെ പൂർണ്ണ നന്മയായതുകൊണ്ട് ആ നന്മ സ്വാഭാവികമായി ബഹിർഗമിക്കുന്നു. ദൈവം പരിപൂർണ നന്മയായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നന്മയുടെ നിറവ് പുറത്തേക്ക് ഒഴുകുന്നു. രണ്ട്, ദൈവം വലിയ ജ്ഞാനമായതുകൊണ്ട് നമുക്ക് അനന്തമായ വിധത്തിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നമ്മോട് സംസാരിക്കണമെന്ന് ദൈവം തന്നെ ആഗ്രഹിക്കുന്നു. ഇനി അത് ജ്ഞാനവും ബുദ്ധിയും കമ്പയർ ചെയ്ത് പറഞ്ഞു. അതുപോലെ തന്നെ ദൈവം അനന്തമായ സ്നേഹമായതുകൊണ്ട് ആ സ്നേഹം അവിടുന്ന് നിന്ന് തന്നെ പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നു. അങ്ങനെ തന്നിൽ നിറഞ്ഞു നിൽക്കുന്ന നന്മയും സ്നേഹവും ജ്ഞാനവുമാണ് നമ്മോട് സംസാരിക്കാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ നമ്മുടെ ആരുടെയും നിർബന്ധമല്ല. ദൈവമേ, നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമ്മളെല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചത് കൊണ്ടല്ല. ഇനി ദൈവത്തെ അറിയാനുള്ള നമ്മുടെ അനന്തമായ ഗഹനമായ ഗഹനം എന്ന് പറയാൻ പറ്റില്ല, ആഴമേറിയ തീവ്രമായ ദാഹത്തെ കണ്ടിട്ട് അലിവ് തോന്നിയിട്ടുമല്ല. പകരം എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം മറ്റൊന്നിനാലും പ്രചോദിപ്പിക്കപ്പെടേണ്ടതില്ല, ദൈവം മറ്റൊന്നിനാലും സ്വാധീനിക്കപ്പെടേണ്ടതില്ല. ദൈവം സ്വമേധയ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്താനുള്ള പ്രചോദനം എന്താണ്, പ്രചോദന സോഴ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ, അതിന് മറ്റൊന്നുമല്ല, ആരുമല്ല, മറ്റൊരു കാര്യവുമല്ല, പകരം ഒരൊറ്റ കാര്യമാണ്: ദൈവം തന്നിൽ തന്നെ നന്മയുടെ നിറവായിരിക്കുന്നു എന്നുള്ളതാണ്. ആ നന്മയുടെ നിറവിൽ നിന്നാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവത്തിന്റെ നന്മയുടെ ഒരു ബന്ധം ദൈവത്തിന് നമ്മോടുണ്ട്. അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യനോട് തന്നെ തന്നെ അനുരൂപപ്പെടുത്താനും പങ്കുവെക്കാനും ചേർത്ത് വെക്കാനും ആ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന്റെ പുറകെയുള്ളൊരു കാരണം എന്താണെന്നറിയാമോ? അതിന്റെ കാരണം നമ്മൾ ഇനി അടുത്ത സമയത്ത് അതിനെ കുറിച്ച് പറയാനിരിക്കുന്നു. അതിന്റെ കാരണം ദൈവത്തിന്റെ ആത്മാവിഷ്കാരം തന്നെയാണ് നമ്മളും എന്നതാണ്. ദൈവത്തിന്റെ ആത്മാവിഷ്കാരമാണ് ദൈവിക വെളിപാട്. നമ്മളും അവിടുത്തെ ആത്മാവിഷ്കാരം തന്നെയാണ്.
എന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതീകാത്മകമായി പല വിധത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അനാദി മുതലേ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്റെ ഓരോ മുടിയഴിയും ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്നെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വരുന്നതിൻ്റെയൊക്കെ പുറകിൽ ദൈവത്തിന് മനുഷ്യനോടൊരു ആത്മബന്ധമുണ്ട് എന്നാണ്. എന്താണ് ഈ ആത്മബന്ധത്തിന്റെ കാരണം? ഒരു വസ്തുവിനോടുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു വീട് പണിതിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തൊരു മരം ഉണ്ടായിരിക്കുന്നു, ഒരു ഫലം നൽകുന്ന മരം ഉണ്ടായിരിക്കുന്നു, അതിനോട് എനിക്കൊരു സ്നേഹം ഉണ്ടായിരിക്കുന്നു എന്ന് കരുതി നമുക്ക് എപ്പോഴും തള്ളൊക്കെ തരുന്നതാണ്. അതുപോലത്തെ ഒരു ബന്ധമല്ല ദൈവത്തിന് സൃഷ്ടികളായ നമ്മളോടുള്ളത്. ദൈവത്തിന് നമ്മോടുള്ള ബന്ധം തൻ്റെ ആത്മാവിഷ്കാരത്തിന്റെ ബന്ധമാണ്. ഇതൊരു വലിയ കാര്യമാണ്, ഒത്തിരി ധ്യാനിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. ദൈവത്തിന്റെ ആത്മാവിഷ്കാരത്തിന്റെ ബന്ധമാണ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ അവതരിപ്പിച്ചതാണ് നമ്മൾ. ഈ പ്രപഞ്ചവും പ്രത്യേകിച്ച് അതിന്റെ മകുടമാകുന്ന നമ്മളും ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് എന്ന് വേണം പറയാൻ. ആത്മാവിഷ്കാരം എന്ന് പറയാം, അതാണ് തൻ്റെ ആത്മത്തിലുള്ളതിനെ അവതരിപ്പിക്കുന്നതാണ്. ഒരു കവി ചെയ്യുന്നതാണ്, തൻ്റെ ഹൃദയത്തിലുള്ള കാവ്യം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതിനെ അവതരിപ്പിക്കുന്നതാണ്. അതിനൊരു ഭാഷ ഉപയോഗിക്കുന്നു, അല്ലെ, വാക്കുകൾ ഉപയോഗിക്കുന്നു, അങ്ങനെ അതിനെ അവതരിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ശോകസാന്ദ്രമായ ഒരു കവിത നേടുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ശോകമാണ് വാക്കുകളായി, പ്രതീകങ്ങളായി കടലാസിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് വായിക്കുന്ന ഒരാൾക്ക് ഈ കവിത എഴുതിയ ആളുടെ ഹൃദയത്തെ ഗ്രഹിക്കാൻ പറ്റും. കാരണം അദ്ദേഹത്തിന്റെ ആ കവിയുടെ ഹൃദയമാണ് ആ വാക്കുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്, അഥവാ പരിഭാഷപ്പെടുത്തിയത് അല്ലെങ്കിൽ പകർത്തിയത്. അതുകൊണ്ടാണ് കവിയുടെ ആത്മാവിഷ്കാരമാണ് ഈ കവിത എന്ന് പറയുന്നത്. ഒരു ചിത്രകാരന്റെ കാര്യത്തിലും അങ്ങനെയാകാം, ഒരു സിനിമാ സംവിധായകന്റെ കാര്യത്തിൽ പോലും അങ്ങനെയാകാം, ഒരു ശില്പിയുടെ കാര്യത്തിൽ അങ്ങനെയായിരിക്കാം. തൻ്റെ ഹൃദയത്തിലുള്ളതിനെ ആവിഷ്കരിക്കുന്നതാണ്. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ തന്നെ ആത്മാവിന്റെ ഭാഗമാണ്. അനാദി മുതലേ നമ്മളെ അറിയുകയും മെനയുകയും ചെയ്യുന്ന ദൈവം നമ്മെ ഒരു ദിവസം ശൂന്യതയിൽ നിന്ന് അങ്ങ് സൃഷ്ടിക്കുന്നു എന്ന് കരുതുന്നതിനേക്കാൾ തൻ്റെ സ്നേഹത്തിൽ നിന്ന്, തൻ്റെ ഉള്ളിൽ നിന്ന്, തൻ്റെ സ്വപ്നത്തിൽ നിന്ന്, തൻ്റെ പ്രതീക്ഷകളിൽ നിന്ന് നമ്മെ സൃഷ്ടിക്കുന്നു എന്നതാണ്. ദൈവത്തിന്റെ സ്വപ്നത്തിൽ നിന്നും ദൈവത്തിന്റെ പ്രതീക്ഷകളിൽ നിന്നും നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിന്റെ പ്രതീക്ഷയാണ്, നാം ദൈവത്തിന്റെ സ്വപ്നമാണ്, നാം ദൈവത്തിന്റെ ഭാഗമാണ്. ഇത് പറയുമ്പം ഭാരതീയ തത്വചിന്തയ്ക്കകത്തുള്ള ഒരു കാര്യവുമായിട്ടുള്ള വലിയ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നാട്ടില് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഹൈന്ദവ ദർശനത്തിന്റെ വാക്കാണ് തത്വമസി. അത് നീ തന്നെ എന്നാണ് അതിന്റെ അർത്ഥം. അത് നീ തന്നെ, അതായത് ദൈവത്തെ തേടിയുള്ള മനുഷ്യന്റെ യാത്രകൾ പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്, എല്ലാ മനുഷ്യവംശങ്ങളിലുമുണ്ട്, എല്ലാ കൾച്ചറുകളിലുമുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്ന മനുഷ്യനോട് ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഹൈന്ദവ ദർശനം പറയുകയാണ്, നീ അങ്ങനെ അന്വേഷിച്ച് എങ്ങോട്ടാ പോകുന്നത്? നീ എവിടേക്കാണ് ഈ അന്വേഷിച്ചു പോകുന്നത്? നീ നിന്നിലേക്ക് തന്നെ നോക്കൂ. ദൈവം നിന്നിലുണ്ട്, നീ തന്നെയാണ് ആ ദൈവം, നീ അന്വേഷിക്കുന്ന ആ ദൈവം നീ തന്നെയാണ് എന്ന് ഹൈന്ദവ ദർശനത്തിൽ നമ്മൾ വായിക്കും. അങ്ങനെയല്ല തിരുസഭ പഠിപ്പിക്കുന്നത്, ദൈവം വെളിപ്പെടുത്തുന്നത്. നമ്മിൽ ദൈവത്തിന്റെ അംശമുണ്ട്, ദൈവത്തിന്റെ സ്വപ്നമാണ് നമ്മൾ, ദൈവത്തിന്റെ ആത്മാവിഷ്കാരമാണ് നമ്മൾ. പക്ഷെ നാം ദൈവമല്ല, ദൈവം നമ്മളല്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചിന്ത ഭാരതീയ ദർശനത്തിൽ ഉണ്ടായിപ്പോയത് എങ്ങനെയാണ്? അതിന്റെ കാരണം ഇതാണ്, നാം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്, ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന ഒരു ആന്തരിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു തരാതെ നമ്മുടെ ഒരു മനുഷ്യന്റെ മനസാക്ഷിയിൽ തന്നെ, ഹൃദയത്തിൽ തന്നെ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ജ്ഞാനം അവനിൽ കുടികൊള്ളുന്നുണ്ട്. ആ ജ്ഞാനത്തെ കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു പരാമർശമാണ് അത് നീ തന്നെയാണ്, ദൈവം അത് നീ തന്നെയാണ്, നീ പുറത്തൊന്നും അന്വേഷിക്കേണ്ട എന്നത്. ദൈവം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ദൈവം നമുക്ക് പുറത്തു തന്നെയാണ്. ആ ദൈവത്തിന് നമ്മോട് ബന്ധമുണ്ട് എന്ന് മാത്രമാണ്. ദൈവം നമ്മളല്ല, നമ്മൾ ദൈവമല്ല. ദൈവമാണ്, അവിടുത്തെ സൃഷ്ടിയാണ് നമ്മൾ. വെറും സൃഷ്ടിയല്ല, ആത്മാത്തെ ആവിഷ്കരിച്ചിരിക്കുന്ന സൃഷ്ടിയാണ് നമ്മൾ. അതുകൊണ്ട് നാം ദൈവത്തിന്റെ ഭാഗമാണ്. മനുഷ്യവംശം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താണ്? ഈശോ തന്റെ കുരിശുമരണത്തിലൂടെ നമ്മളെ വീണ്ടെടുത്ത് ഇനി യുഗാന്ത്യത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ തന്റെ ശരീരത്തിന്റെ ഭാഗമായി ചേർക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനു മുൻപേ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ദൈവം മനുഷ്യനെ തന്റെ സൃഷ്ടിച്ച സമയത്ത് മുതൽ തന്നെ ദൈവത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ മനുഷ്യനെ ദൈവം സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് അവന്റെ കൂടെ ഉലാത്താൻ നടന്നിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്
വിശുദ്ധ ഗ്രന്ഥം അവനോട് കൂടെ ഉലാത്തുമായിരുന്നു എന്നൊക്കെയുള്ള വളരെ പ്രതീകാത്മകമായ പദങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പിറകിൽ ദൈവം അവനോട് ചേർന്ന് നിൽക്കാനും അവന്റെ ഒപ്പത്തിന് നടക്കാനും അവനെ തന്നോട് തന്നെ ഒപ്പത്തിന് ചേർത്ത് വയ്ക്കാനും തന്റെ സ്വന്തമാക്കാനും ഒക്കെ ആഗ്രഹിച്ചാണ് സൃഷ്ടിച്ചത്. അന്ന് അങ്ങനെയായിരുന്നു എന്നാണ്. പാപം മൂലം അവനാണ് അകന്നുപോയത്, ദൈവം അവനെ വലിച്ചെറിഞ്ഞതല്ല, അവനാണ് അകന്നുപോയത്. പിന്നീട് ഈശോ ചെയ്യുന്നത് എന്താണ്? അവിടുന്ന് ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് തന്റെ സ്വർഗീയ ശരീരത്തിൽ നമ്മെ ഒട്ടിച്ചേർത്തു. ആ ഒട്ടിക്കൽ പ്രക്രിയ നമ്മിൽ നടന്നത് നമ്മുടെ മാമോദീസയിലാണ്. അങ്ങനെ പരിശുദ്ധ മാമോദീസ സ്വീകരിച്ചു എന്ന കാരണത്താൽ, ആ സ്വീകരിച്ച സമയത്താൽ നാം ഈശോയുടെ അവയവമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുസഭ അവിടുത്തെ ശരീരവും നാം അവിടുത്തെ അവയവങ്ങളുമാണ് എന്ന് നമ്മൾ പഠിച്ചത്. ആ അർത്ഥത്തിൽ മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നമ്മളൊക്കെ അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്, അവിടുത്തെ ഭാഗങ്ങളാണ്. നാം അല്ല ദൈവം, പക്ഷെ നാം ദൈവത്തിന്റെ ഭാഗങ്ങളാണ്. അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി ആ നിലനിൽക്കൽ, ആ ദൈവത്തിന്റെ ഭാഗമായിരിക്കൽ, അത് പൂർത്തിയാകുന്നത് എവിടെയാണ്? അത് സ്വർഗത്തിലാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെയും ഭൗമിക ജീവിതത്തിന്റെയും പരിമിതികളുടെയും കൂടി അകത്താണ്. എന്നാൽ ഈ പരിമിതികൾ ഇല്ലാതാകുന്ന സമയം വരുന്നു. അതാണ് ഉത്ഥാനത്തിന്റെ, നമുക്ക് സംഭവിക്കാനിരിക്കുന്ന ഉത്ഥാനത്തിന്റെ സമയം. ആ സമയത്ത് നമ്മൾ കൂടുതൽ പൂർണ്ണമായി ദൈവത്തോട് ചേരും, ദൈവത്തോട് ഒത്താകും. അപ്പോൾ അങ്ങനെ തന്നോടൊത്താകാനുള്ള ഒരു മനുഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രവൃത്തിയാണ്. അല്ലാതെ എനിക്ക് കുറച്ച് അറിവുണ്ട്, അത് അവരെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയേക്കാം എന്നൊരു അധ്യാപകൻ വിചാരിക്കുന്നത് പോലെ ദൈവം ചില ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയേക്കാം എന്ന് കരുതിയ ഒരു അധ്യാപകനല്ല. പകരം തന്നെ തന്നെ ആവിഷ്കരിച്ച ജനത്തിന് തന്നെ വെളിപ്പെടുത്തുന്ന സ്നേഹമാണ് അവിടുന്ന് എന്നതാണ് ആദ്യത്തെ കാര്യം. തിരുസഭ പഠിപ്പിക്കുന്നത് അത് ഞാൻ എങ്ങനെ തന്നെ വായിച്ച് കേൾപ്പിക്കാം. തന്റെ നന്മയിലും ബുദ്ധിയിലും ജ്ഞാനത്തിലും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താനും തന്റെ തിരുച്ചിത്തത്തിന്റെ രഹസ്യം അറിയിക്കാനും തിരുമനസ്സായി. ഈ വെളിപ്പെടുത്തൽ രണ്ട് വിധത്തിലാണ് നടന്നത്. ഒന്ന്, അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി, ഞാൻ ഇതാണ് എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി. രണ്ട്, തൻ്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. തന്നെ വെളിപ്പെടുത്തി, തൻ്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളും അവിടുന്ന് വെളിപ്പെടുത്തി. എഫെസോസ് ലേഖനം, വിശുദ്ധ കയ്യിലുള്ളവർക്ക് ആ ഭാഗം എടുക്കാം. എഫെസോസ് ലേഖനം 1-ാമത്തെ അധ്യായം അതിലേക്കാര് സൂചിപ്പിക്കുന്നുണ്ട്. എഫെസോസ് ലേഖനം 1-ാം അധ്യായം 9-ാം തിരുവചനം കിട്ടിയെങ്കിലും വായിക്കണം. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ തന്റെ അഭീഷ്ടമനുസരിച്ച്, വേറെ ആരും നിർബന്ധിച്ചത് കൊണ്ടല്ല, മിശിഹായിൽ വെളിപ്പെടുത്തിയ തന്റെ അഭീഷ്ടമനുസരിച്ച്, തന്റെ സ്വപ്നമനുസരിച്ച് ദൈവിക രഹസ്യങ്ങൾ അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തുന്നു. ഇനി അടുത്ത ചോദ്യം, എന്തിനാ ദൈവം ഇത് ചെയ്തത്? എന്താണ് ദൈവത്തെ പ്രേരിപ്പിച്ചത്, അഥവാ എന്തുകൊണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അടുത്ത ചോദ്യം, എന്തിനാണ് ദൈവം അത് ചെയ്തത് എന്നതാണ് അടുത്ത ചോദ്യം. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് എന്തിനാണ്? ആ വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങളുടെ ലിഖിത രൂപമാണല്ലോ ബൈബിൾ. അതായത് വചനം എന്തിനാണ്? അവിടുന്ന് വചനമായി തന്നെ തന്നെ വെളിപ്പെടുത്തിയത് എന്തിനാണ്? അവിടുന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം അതിങ്ങനെയാണ്. മനുഷ്യർക്ക് മാംസം ധരിച്ച വചനമായ ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൽ പിതാവിന്റെ പക്കൽ പ്രവേശനം ലഭിക്കുന്നതിന് ഒന്നാമത്തെ കാര്യം ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് എന്തിനാണ്? അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് അവിടുത്തെ സന്നിധിയിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതിനാണ്. നാം അവിടുത്തെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുന്ന ഒരാൾക്ക്, ദൈവിക വെളിപാട് പഠിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് എന്താണെന്നറിയാമോ? എന്തെങ്കിലും ഇങ്ങോട്ട് ലഭിക്കുകയല്ല, ആ വ്യക്തി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ട് എൻഡാണ്. ഇത് സാധാരണ നമ്മൾ വചനം വായിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നല്ല നമ്മൾ വിചാരിക്കാറുള്ളത്. പക്ഷെ അതിന്റെ മറുവശമാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ പ്രവേശനം ഉണ്ടാകും, നമുക്ക് ദൈവത്തിലേക്ക്, ദൈവത്തിന്റെ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇനി അങ്ങനെ പ്രവേശനം ലഭിക്കുന്നതിനും രണ്ട്, അവർ ദൈവ സ്വഭാവത്തിന്റെ പങ്കുകാരാക്കപ്പെടുന്നതിനും വേണ്ടിയാണ്. ദൈവവചനം നമുക്ക് നൽകിയത് നാം ദൈവ സ്വഭാവത്തിന്റെ പങ്കുകാരാകുന്നതിന് വേണ്ടിയാണ്. ഡിവൈൻ നേച്ചറിന്റെ, ദൈവിക സ്വഭാവത്തിന്റെ, ഡിവൈൻ ക്യാരക്ടറിന്റെ പങ്കുകാരായി നമ്മൾ മാറാൻ വേണ്ടിയാണ് അവിടുന്ന് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയത്. ഇത് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല.
പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമുക്ക് ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി വചനം നമുക്ക് അയച്ചു തന്നു, അങ്ങനെയോ അല്ലെങ്കിൽ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം നമ്മളോട് സംസാരിച്ചു, അങ്ങനെയോ ഒക്കെയാണ് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ തിരുസഭ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയതിന്റെ പുറകെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ക്രിസ്തു വഴി പിതാവിന്റെ പക്കൽ നമുക്ക് പ്രവേശനം ലഭിക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മളൊന്ന് ആലോചിച്ചേ, ദൈവിക വെളിപാട് തന്നെയാണ് നമ്മുടെ രക്ഷയുടെ കാരണം. ദൈവിക വെളിപാട് തന്നെയാണ് രക്ഷയുടെ കാരണം. ആ വെളിപാട് നടക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത മിശിഹായിലാണ്, മിശിഹായുടെ കുരിശുമരണത്തിലാണ്. അതുകൊണ്ട് ആ കുരിശുമരണം രക്ഷയുടെ കാരണമാണ്. ദൈവിക വെളിപാട് ഒന്നടങ്കമാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായിരിക്കുന്നത്. അല്ലാതെ ഈശോയുടെ കുരിശുമരണവും ഉത്ഥാനവും എന്ന പ്രവൃത്തി മാത്രമല്ല, അത് വെളിപാടിന്റെ ഭാഗമാണ്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയതിന്റെ ഭാഗമാണ് ഈശോയുടെ കുരിശുമരണ ഉത്ഥാനങ്ങൾ. അത് അപ്പൊ ഒന്നാമത്തെ കാര്യം, നമുക്ക് അവിടുത്തെ ദൈവത്തിൽ പങ്കുണ്ടാകാൻ വേണ്ടിയാണ്. രണ്ടാമത്തത്, നാം ദൈവ സ്വഭാവത്തിന്റെ പങ്കുകാരാകാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നാം ഇപ്പോൾ മനുഷ്യ സ്വഭാവത്തിലാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യ സ്വഭാവത്തിൽ. സ്വഭാവം എന്ന് പറയുമ്പം ഓരോരുത്തരുടെ സ്വഭാവം എന്നുള്ള സാമാന്യ അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ നേച്ചർ എന്നോ ഹ്യൂമൻ ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവിക സ്വഭാവം, ഡിവൈൻ ക്യാരക്ടർ, ഡിവൈൻ നേച്ചർ, ദൈവികതയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത്. നമ്മൾ ഇത് ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന നമുക്കൊന്ന് വായിച്ചു നോക്കാം. എഫെസോസ് ലേഖനം 2:18. എഫെസോസ് ലേഖനം 2:18. അത് കഴിഞ്ഞ് 2 പത്രോസ് 1:4. എഫെസോസ് ലേഖനം 2:18. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടുകാർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ, ദൈവത്വത്തിലേക്ക് പ്രവേശിക്കാൻ പങ്കുകാരൻ. രണ്ടാമത്തേത് 2 പത്രോസ് 1:4. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകി. എന്തിനു വേണ്ടിയാണ്? ഒന്നുകൂടെ വായിക്കാം. എന്തിനു വേണ്ടിയാണ് അമൂല്യമായ ദാനങ്ങൾ, വാഗ്ദാനങ്ങൾ നൽകി? അഥവാ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകും. ദൈവിക സ്വഭാവത്തിൽ നാം പങ്കുകാരാകാൻ വേണ്ടിയാണ് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തിയത്, തന്റെ അഭീഷ്ടം ദൈവം വെളിപ്പെടുത്തിയത്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് തുടർന്ന് നമ്മളെ തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കും. അതുകൊണ്ട് ഈ ആവിഷ്കരണം വഴി, ഈ സ്വയം വെളിപ്പെടുത്തൽ വഴി അദൃശ്യനായ ദൈവം, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, ഈ ഭൂമിയുടെ ഒരു ഭാഗമല്ലാത്ത എന്ന് പറഞ്ഞ ഇവിടെ വസ്തുക്കളെയൊക്കെ പോലെ, ഒരു കല്ല് പോലെയോ ഒരു പ്രതിമ പോലെയോ ഒന്നും അല്ലാത്ത അദൃശ്യനായ ദൈവം തന്റെ സ്നേഹത്തിന്റെ ആധിക്യത്താൽ മനുഷ്യരോട് സ്നേഹിതരോടെന്ന നിലയിൽ സംസാരിച്ചു. ഒന്നാമത്തെ കാര്യം, തന്റെ വലിയ സ്നേഹത്താൽ. ദൈവത്വത്തിനകത്തുള്ളതുപോലത്തെ ഒരു സ്നേഹത്തിൽ എന്ന് പറഞ്ഞാൽ പിതാവിന് പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള, പരിശുദ്ധാത്മാവിന് പുത്രനോടും പിതാവിനോടുമുള്ള ഇതിന് സമാനമായ ഒരു സ്നേഹത്താൽ ദൈവം നമ്മോടും സംസാരിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ത്രിത്വം അതിൽ തന്നെ പൂർണ്ണമാണ്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്വത്തിന്റെ പൂർണ്ണതയാണ്. അവര് നമ്മളുമായി കമ്പയർ ചെയ്യാവുന്ന എന്താ പറയാ യാഥാർത്ഥ്യങ്ങൾ പോലും അല്ല. ഞാൻ ആ വാക്കങ്ങനെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ദൈവമാണ് അവിടുന്ന്, ത്രിത്വിക ദൈവമാണ്. ആ ദൈവത്തിന്റെ അനന്ത മഹത്വത്തിന് ചേരാത്ത ഒന്നുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ വിശുദ്ധ കുർബാനയിൽ നമ്മളിങ്ങനെ ചെല്ലാറില്ലേ, തന്നോടുള്ള സമാനത, ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി അവിടെ ദാസന്റെ രൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്നു. അതെന്തുകൊണ്ടാണ്? ത്രിത്വത്തിന്റെ ഉള്ളിലുള്ള സ്നേഹത്തിന് സമാനമായ ഒരു സ്നേഹത്താൽ ദൈവം നമ്മോട് സംസാരിക്കാൻ തീരുമാനിച്ചായി. ഇനി അതെങ്ങനെയാണ് സംസാരിക്കുന്നത്? സ്നേഹിതരോട് എന്നതുപോലെ സംസാരിക്കുന്നു എന്നാണ്. വിശുദ്ധ ഗ്രന്ഥം ഈശോ പഠിപ്പിക്കും, ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കും. എന്താണ് അതിന്റെ അർത്ഥം? ഈശോയ്ക്ക് നമ്മളോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നതല്ല അതിന്റെ അർത്ഥം. അതുപോലെ ശാലമായിട്ടുള്ള ഒരു മിനിയാണ്. ചില ആളുകളൊക്കെ വളരെ ആത്മീയ പ്രഭാഷണങ്ങൾക്കകത്തൊക്കെ പറയും, ഈശോ നമ്മളോട് നമ്മുടെ കൂട്ടുകാരനാണ് ഈശോ എന്നൊക്കെ പറയും. അങ്ങനെ ഒരാൾ കരുതുന്നതിനെ കുറിച്ചുള്ള അതിന്റെ കുറവുകളെ കുറിച്ചോ പോരായ്മകളെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, സ്നേഹിതരോട് എന്നതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യരെന്നതുപോലെ എന്നാണ് അർത്ഥം. അല്ലെ? സ്നേഹിതരാരും നമ്മുടെ താഴെയുള്ളവരല്ലല്ലോ, നമ്മുടെ മുകളിലുള്ളവരും അല്ലല്ലോ, നമ്മുടെ ഒപ്പമുള്ളവര്. ഒപ്പമുള്ളവരോട് എന്നതുപോലെ എന്നാണ്
അതും വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിനൊപ്പമായിട്ടുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. തനിക്കൊപ്പമുള്ളവരോട് എന്നതുപോലെ ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ വരുന്ന ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഒരു ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ അവിടെ കാറ്റീസം ക്ലാസ്സിലുള്ള ഒരു 10ാം ക്ലാസ്സിലെ കുട്ടിയോട് തനിക്കൊപ്പമുള്ളവരോട് എന്നതുപോലെ മറ്റൊരു അച്ഛനോട് വർത്താനമൊക്കെ പറയുന്ന അതേ ബഹുമാനത്തിലും സ്നേഹത്തിലും ഒക്കെ സംസാരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അത് ഒരച്ഛന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യമല്ല താൻ. അല്ലെ, ഒരു കുട്ടിയോട് സംസാരിച്ചാൽ മതി. ദൈവവും അങ്ങനെയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ സംസാരിച്ചു എന്ന് കരുതിയ 10ാം ക്ലാസ്സിലെ കുട്ടി ഒരു വൈദികന്റെ ഒപ്പമാകുന്നു എന്നതിനർത്ഥമില്ലല്ലോ. ദൈവം തന്റെ സ്നേഹിതരോട് എന്നതുപോലെ നമ്മോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷോസ് ദ ബെനവലൻസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ വലിയ മഹത്വമാണ് അതിൽ പ്രകടമാകുന്നത്, അല്ലാണ്ട് നമ്മുടെ മഹത്വമല്ല. അവിടുന്ന് നമ്മോട് പോലും അതുപോലെ സംസാരിക്കുന്നു. അതിന്റെ കാരണം എന്തായിരിക്കും? ദൈവത്തിന് അതിൽ താഴ്ന്ന് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ദൈവം അത്രമാത്രം മഹോന്നതനാണ്, ജെന്റിലാണ്. അതുകൊണ്ട് അവിടുത്തെ ഇടപെടലുകൾ പോലും അത്രമാത്രം ശ്രേഷ്ഠമായിരിക്കും. ദൈവം നമ്മോട് ഇടപെടുന്നത് അത്രമാത്രം ശ്രേഷ്ഠമായിട്ടാണ്. ഞാനിത് എന്തിനാ എടുത്തു പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ പ്രപഞ്ചത്തിലുള്ള ഭൂമിയിലുള്ള പല മതങ്ങളും പല നാച്ചുറൽ റിലീജിയൻസും ദൈവത്തെയും മനുഷ്യനെ അവതരിപ്പിക്കുന്നത് വലിയ യജമാനൻ, നമ്മൾ കീടങ്ങൾ. ആ കീടങ്ങളെ എടുത്ത് ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത് പോലെ, ലീല ഓഫ് ഗാഡ് എന്ന് പറയില്ലേ, ദൈവത്തിന്റെ കളിയാണ്, ഗെയിമാണ് മനുഷ്യർ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ മനുഷ്യനെ കുറെ പേരെ അന്ധന്മാരായിട്ട് വിട്ട് രസിക്കുന്നു, കുറച്ചു പേരെ ഇങ്ങനെ ചെയ്യുന്നു, കുറച്ചു പേർക്ക് ഇങ്ങനെ പാപസാഹചര്യം ഒഴുക്കി വയ്ക്കുന്നു, അവരെ അകത്ത് പോയി വീഴുമ്പോഴത്തേന് അവരെ ശിക്ഷിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. ഇങ്ങനെ കുറച്ച് കോമഡി പരിപാടികൾ കാണിച്ചിരിക്കുന്ന ഒരു ദൈവം എന്ന് ദുർബലരായ, നിരീശ്വരവാദം മാത്രം കൈമുതലായിട്ടുള്ള കുറെ ആളുകളൊക്കെ സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടാവും. ദൈവം മനുഷ്യനോട് ഇടപെടുന്നത് ദൈവത്തിന്റെ നിലവാരത്തിലാണ്, അല്ലാണ്ട് നമ്മൾ സങ്കല്പിച്ചു വെച്ചേക്കുന്ന ഒരു നമ്മുടെ മുകളിലുള്ള, ഇച്ചിരിയുടെ മുകളിലുള്ള ഒരു വലിയ അധികാരിയുടെയോ രാജാവിന്റെയോ ഒരു സ്വേച്ഛാധിപതിയുടെയോ വിധത്തിലല്ല. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തത്ര ഔന്നത്യത്തിന്റെ, മഹത്വത്തിന്റെ ഔന്നത്യമുള്ള മഹോന്നതനായ ദൈവത്തിന്റെ ഉന്നത വ്യക്തിത്വത്തിൽ നിന്നാണ് ദൈവം മനുഷ്യനോട് ഇടപെടുന്നത്. അത് നമ്മൾ കൂടുതൽ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ നമ്മുടെ പഴയ ക്ലാസ്സുകളിലൊക്കെ ദൈവം എന്തുകൊണ്ട് മനുഷ്യനെ ഇങ്ങനെ അവന്റെ ഭാവി മുഴുവനും വിധിച്ചു വെക്കുന്നില്ല, അവനെ എന്തുകൊണ്ട് ഒരു യന്ത്രത്തെ പോലെ സൃഷ്ടിച്ചില്ല എന്ന് തുടങ്ങുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച സമയത്ത് നമ്മൾ ഇതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ മഹത്വം അത്രമാത്രം വലുതായതുകൊണ്ട് ദൈവം ആ മഹത്വത്തിന്റെ വിധത്തിലെ നമ്മളോട് സംസാരിക്കുകയുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, വളരെ ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, ചുമ്മാ കുറച്ച് എന്താ പറയാ തട്ടിപ്പും പരിപാടികളൊക്കെ നടത്തുന്ന ഒരു മനുഷ്യൻ മറ്റൊരാളോട് ഇടപെടുന്നത് പോലെ ആയിരിക്കുമോ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇടപെടുന്നത്? ഇനി അതുപോലെ ആയിരിക്കുമോ ഒരു 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 വലിയ വിശുദ്ധനായി തീർന്ന ഒരു മനുഷ്യൻ ഇടപെടുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യനോട് ഇടപെടുന്നത് എന്തുമാത്രം ശ്രേഷ്ഠമായിട്ടായിരിക്കും എന്നാലോചിച്ച് നോക്കുക. ദൈവം മനുഷ്യനെ എന്തുമാത്രം ശ്രേഷ്ഠമായിട്ടായിരിക്കും പരിഗണിക്കുന്നതെന്ന് ഓർക്കുക. അത് നമ്മുടെ മഹത്വം കൊണ്ട് എന്ന് കരുതുന്നതിനേക്കാൾ ദൈവത്തിന്റെ വലിയ മഹത്വത്തിന്റെ പ്രകടനമാണ് എന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തെ നിസ്സാരവൽക്കരിക്കുകയോ നമുക്ക് തുല്യനായ ഒരാളായിട്ട് അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പം ദൈവത്തിന്റെ ഈ വലിയ മഹത്വത്തെയാണ് നമ്മൾ അവഗണിക്കുന്നതോ അല്ലെങ്കിൽ തെറ്റായി അവതരിപ്പിക്കുന്നതോ. അതുകൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിതരായി കരുതുന്നു എന്ന് അവിടുന്ന് തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നു. ഇനി അങ്ങനെ സ്നേഹിതരോടെന്ന നിലയിൽ സംസാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അവരോടൊത്ത് വസിക്കുന്നു. ഇത് നമ്മൾ വീണ്ടും ആവർത്തിച്ച് തിരുസഭയുടെ പ്രബോധനത്തിൽ കാണും. ദൈവം നമ്മോട് സ്നേഹിതരോടെന്നതുപോലെ സംസാരിക്കുന്നു, എന്നിട്ട് അവരോടൊത്ത് വസിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവം ആരോടൊത്താണ് വസിക്കുന്നത്? പിതാവ് പുത്രനോടും പരിശുദ്ധ റൂഹായോടും ഒത്താണ് വസിക്കുന്നത്. പരിശുദ്ധ റൂഹ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒത്താണ് വസിക്കുന്നത്, സൃഷ്ടിക്ക് മുൻപേ, അനാദി മുതലേ. അങ്ങനെ വസിക്കുന്ന ദൈവം നമ്മോടൊത്തുകൂടെ വസിക്കാൻ മനസ്സാകുന്നു എന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കേ. ഞാനിതിങ്ങനെ പറയുമ്പം വെറുതെ കുറച്ച് ആശയങ്ങൾ കേൾക്കുന്നു എന്ന വിധത്തിൽ അല്ലത് കേൾക്കേണ്ടത്. അതിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കിക്കേ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊരു കോമൺ പദപ്രയോഗമാണ്. എന്നാൽ അവിടുന്ന് സ്നേഹിതരോട് എന്നതുപോലെ നമ്മളോട് ഇടപെടുന്നു. മൂന്നാമത്, അവിടുന്ന് നമ്മോടൊത്ത് വസിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനമൊക്കെ വല്ലാതെ ഞെട്ടിപ്പോയത്. എന്ന് വെച്ചാൽ അവർക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതുപോലെ മഹോന്നതനായ ദൈവത്തിന് എങ്ങനെയാണ് കൂടാരമടിച്ച് തങ്ങളുടെ കൂടെ വസിക്കാൻ പറ്റുന്നത്?
ഒരു വാഗ്ദാന പേടകത്തിനകത്ത് ഈ പുറപ്പാടിന്റെ കാലഘട്ടങ്ങളിൽ അനേകം കൂടാരങ്ങൾ ഉണ്ടാക്കി അവരതിനകത്ത് വസിക്കുന്നതിനിടയ്ക്ക് നടുവിൽ മറ്റൊരു കൂടാരത്തിൽ ദൈവം വസിക്കുന്നു എന്ന് അവരെ പഠിപ്പിച്ചിരുന്നു. അതില് ഈ വാഗ്ദാന പേടകമൊക്കെ സൂക്ഷിച്ചിട്ട് ദൈവം അവരുടെ കൂടെ വസിക്കുകയാണ് എന്ന്, ഒരു ഫിസിക്കൽ വിധത്തിൽ അവരുടെ കൂടെ വസിക്കുന്നു എന്ന് അവരെ പഠിപ്പിച്ചിരുന്നു. നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം അങ്ങനെ ദൈവത്തിന് ഇതിനിടയ്ക്ക് ഒന്ന് വസിക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ അത് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം പൂർണ്ണമായും നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹമാണ് ദൈവാവിഷ്കരണം അഥവാ ദൈവിക വെളിപാട് അഥവാ വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധ ഗ്രന്ഥം വെളിപാടിന്റെ ഭാഗമാണ്. ദൈവിക വെളിപാട് യഥാർത്ഥത്തിൽ തൻ്റെ തന്നെ താഴ്ന്നിറങ്ങലും കൂടെ വസിക്കലുമാണ്. എന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന, വചനം പഠിക്കുന്ന, വചനമാകുന്ന മിശിഹായെ അറിയുന്ന ഒരാൾ തന്നോടുകൂടെ വസിക്കാൻ ദൈവത്തെ ക്ഷണിക്കുകയും ആ ദൈവത്തിന്റെ വാസത്തിൽ പങ്കുചേരുകയും ചെയ്യുകയാണ്. അബ്രാഹത്തെ സന്ദർശിക്കാൻ വന്ന 3 പേരെ ഓർക്കുക. അവർ വന്ന് അബ്രാഹത്തിന്റെ കൂടെ ഇരുന്ന് അബ്രാഹാം ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കൂടെ ഇരുന്നു. നമ്മോടുകൂടെ വസിക്കാൻ ആഗ്രഹിച്ചു എന്നാണ് നമ്മൾ എല്ലാ ദിവസവും ചെല്ലുന്ന രക്ഷയുടെ വഴിയിൽ ഈ പരാമർശങ്ങളുണ്ട്. നമ്മോട് കൂടെ വസിക്കാൻ ആഗ്രഹിച്ച ദൈവം, ദൈവത്തിന്റെ ആ കൂടെ വസിക്കാനുള്ള ആഗ്രഹമാണ് വെളിപാടായി മാറുന്നത്, ദൈവിക വെളിപാടായി മാറുന്നു. അപ്പോ ആ ദൈവിക വെളിപാടിനെ വിലക്കെടുക്കുന്ന, അത് പഠിക്കാനൊക്കെ ഇച്ചിരി സമയം കണ്ടെത്തുന്ന, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്ന ഒരാൾ ദൈവത്തിന്റെ വാസത്തെയാണ് സ്വീകരിക്കുന്നത്. അഥവാ ദൈവത്തിന്റെ കൂടെ വസിക്കാൻ തുടങ്ങുകയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബൈബിൾ വായിക്കുമ്പം നമ്മൾ അവന്റെ കൂടെ വസിക്കുകയാണ്, അവൻ നമ്മുടെ കൂടെ വസിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ കൂടെ വസിക്കുന്നു. അടുത്ത കാര്യം ഇതാണ്, തന്നോടത്തുള്ള സംസർഗത്തിന് അവരെ ക്ഷണിക്കുന്നു എന്നതാണ് അടുത്ത കാര്യം. തന്നോടത്തുള്ള സംസർഗത്തിന് അവനെ ക്ഷണിക്കുന്നു. ഇതൊക്കെ എങ്ങനെ വാക്കുകൾ കൊണ്ട് അതിന്റെ തീവ്രതയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശാലമായിട്ട് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ തന്നോടത്തുള്ള സംസർഗത്തിന് ദൈവം നമ്മെ ക്ഷണിക്കുന്നു എന്ന്. പിതാവിന് പുത്രനോട് സംസർഗമുണ്ട്, പുത്രന് പരിശുദ്ധാത്മാവിനോട് സംസർഗമുണ്ട്. അങ്ങനെ ത്രിത്വൈക ദൈവത്തിന് തമ്മിൽ സംസർഗമുണ്ട്, തമ്മിൽ ഇൻഡ്വെല്ലിംഗ് ഉണ്ട്. അതുപോലെ ഒരു സംസർഗത്തിന് നീയും വരൂ എന്ന് പറഞ്ഞ് അവിടുന്ന് സൃഷ്ടിച്ച സൃഷ്ടവസ്തുക്കളായ വസ്തുക്കൾ എന്ന് വേണേൽ പറയാലോ ആയ നമ്മയും കൂടെ ക്ഷണിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ത്രിത്വത്തിന്റെ കൂട്ടായ്മയുടെ ഉള്ളിലേക്ക് നമ്മയും കൂടെ ക്ഷണിക്കുന്നു. ഇതിപ്പോ എങ്ങനെയാണ് പറയേണ്ടത്? ഒരു ഫാമിലി, നിങ്ങളുടെ ഒരു കുടുംബം, ആ കുടുംബത്തിനകത്തേക്ക് നിങ്ങൾ തെരുവിൽ നിന്ന് കിട്ടുന്ന ഒരു അനാഥ ബാലനെയും കൂടെ ഞങ്ങളുടെ കൂടെ അങ്ങ് കൂടിക്കോ എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതൊരു വലിയ കാര്യമായിരിക്കും അല്ലെ? അങ്ങനെ ക്ഷണിച്ച് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമായി, ഇവിടെ നിനക്ക് എല്ലാ അവകാശമുണ്ട്, ഇതെല്ലാം നിന്റേതാണ്, നീയും ഞാനും ഈ വീട്ടിലെ എൻ്റെ മകനും എല്ലാം ഒരുപോലെയാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ക്ഷണിക്കൽ നടന്നാൽ എങ്ങനെയുണ്ടാവും? അതിനേക്കാളൊക്കെ എത്ര 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 തീവ്രമാണ്, എത്ര വലുതാണ് തന്നോടൊത്തുള്ള സംസർഗത്തിന് മനുഷ്യനെ ക്ഷണിക്കുന്നതിനും അതിലേക്ക് അവരെ സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തിയത് എന്ന് ദൈവം തന്നെ പഠിപ്പിക്കുമ്പോഴോ, ദൈവത്തിന്റെ ആന്തരികതയിലേക്ക് നമ്മെ കൂടെ ക്ഷണിക്കാൻ വേണ്ടിയും അതിലേക്ക് നമ്മെ സ്വീകരിക്കാൻ വേണ്ടിയുമാണ് ദൈവം ഇങ്ങോട്ടിറങ്ങി വന്ന് തന്നെ വെളിപ്പെടുത്തിയത്. തിരുസഭ പഠിപ്പിക്കുന്ന ഭാഗമാണ്. അത് ഞാനൊന്ന് വായിച്ചു തന്നെ കേൾപ്പിക്കാം. തന്റെ സ്നേഹത്തിന്റെ ആധിക്യത്താൽ മനുഷ്യരോട് സ്നേഹിതരോടെന്ന നിലയിൽ സംസാരിക്കുകയും അവരോടൊത്ത് വസിക്കുകയും ചെയ്യുന്നു. തന്നോടത്തുള്ള സംസർഗത്തിന് അവരെ ക്ഷണിക്കുന്നതിനും അതിലേക്ക് അവരെ സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ്. ഇനി എന്താണ് ഈ സംസർഗത്തിലാകുക എന്ന് പറയുന്ന കാര്യം? എങ്ങനെയാണ് ദൈവം തൻ്റെ സംസർഗത്തിലേക്ക് നമ്മെ സ്വീകരിച്ചത്? നമ്മളിങ്ങനെ ആകാശത്തിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ആകാശത്തിലാണ് ദൈവം ഇരിക്കുന്നതെന്ന് സങ്കല്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ അവിടേക്ക് കൊണ്ടുപോയി സ്വർഗത്തിനകത്തേക്ക് നമ്മളെ കൂട്ടി ആ 3 പേരുടെ വലയത്തിനകത്തേക്ക് നമ്മളെയും ഉൾച്ചേർത്തു എന്നാണോ അതിന്റെ അർത്ഥം? സത്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. പക്ഷെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? റിയലി എങ്ങനെയാണ് ഹാപ്പൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത് എന്നറിയാമോ? ആ സംഭവിക്കുന്ന പ്രവൃത്തിയുടെ പേരാണ് തിരുസഭ. ആ പ്രവൃത്തിയുടെ പേരാണ് തിരുസഭ. ദൈവം തൻ്റെ ആന്തരികതയിലേക്ക് മനുഷ്യനെ കൂടെ സ്വീകരിക്കുന്ന പ്രവൃത്തിയുടെ പേരാണ് തിരുസഭ. അതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? അവിടുന്ന് ത്രിത്വത്തിന്റെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വൈക ദൈവത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നത് ആ ത്രിത്വൈക ദൈവത്തിന്റെ ഭാഗമാകുന്ന പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അവിടുത്തെ സ്വർഗീയ ശരീരത്തിലേക്ക് നമ്മെ ഒട്ടിച്ചു ചേർത്ത് ആ
നമ്മെ കൂടെ ഒട്ടിച്ചു ചേർത്ത ക്രിസ്തു ത്രിത്വത്തിന്റെ ഭാഗമായി ഇരുന്നു കൊണ്ട് അങ്ങനെയാണ് നാം അവിടുത്തെ ശരീരത്തിലാകുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു വഴി അവിടെ നമ്മെ വീണ്ടെടുത്തു എന്നും നമ്മെ തന്നോട് ചേർത്തു എന്നും ഒക്കെ നമ്മൾ വായിക്കുകയും ആരാധനാക്രമങ്ങളിലൊക്കെ ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നു. നമ്മൾ വളരെ കാഷ്വലായിട്ട് അതിങ്ങനെ ചൊല്ലിപ്പോകുന്നു. അവിടെ നമ്മളെ തന്നോട് ചേർത്തു, ഓ ശരി എന്നങ്ങ് വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിക്കേ, ത്രിത്വത്തിന്റെ കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ ഒരു വിധത്തിലും ഉണ്ടാകേണ്ടതല്ല. ദൈവത്തിന്റെ മഹത്വത്തിനകത്തേക്ക് നമ്മൾ ഒരിക്കലും ഉണ്ടാകേണ്ടതല്ല. എന്നാൽ അവിടുത്തെ വലിയ സ്നേഹത്താൽ, വലിയ നന്മ കരകവിഞ്ഞൊഴുകുകയാൽ ആ സ്നേഹത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിക്കാൻ വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തിയാണ് തിരുസഭയുടെ സംസ്ഥാപനം. തിരുസഭ ഒരു ക്ലബായിട്ടല്ല സ്ഥാപിച്ചത്, അങ്ങനെയായിരുന്നു സംഭവിക്കില്ലായിരുന്നു. തിരുസഭ ഒരു പാർട്ടി പോലെയല്ല, ഒരു സംവിധാനമായിട്ടല്ല, പകരം തന്റെ ഗാത്രമായിട്ടാണ് അവിടുന്ന് സ്ഥാപിച്ചത്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു ഗാത്രമായിട്ടാണ് തിരുസഭയെ സ്ഥാപിച്ചത്. മിശിഹായുടെ ഗാത്രത്തിന്റെ അവയവങ്ങളായി നമ്മെ ചേർത്താൽ അവിടുന്ന് ത്രിത്വത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ നാമും അവനിലൂടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് ദൈവിക വെളിപാടും അത് സ്വീകരിച്ചിരിക്കുന്ന തിരുസഭയും ഒരേ രഹസ്യത്തിന്റെ ഭാഗങ്ങളാണ്. അല്ലാതെ ഇന്നാളും കൂടെ ഒരാള് ഒരു ഒരു പ്രോഗ്രാമിൽ പറയുന്നത് കേട്ടു, എനിക്ക് ഈശോയുടെ വിശ്വാസം ഇവിടെയൊക്കെ നിറച്ച പ്രശ്നം നടക്കുകയാണ്, ഈ സഭയിലൊന്നും എനിക്ക് താല്പര്യം, ഞാൻ ഇനി സഭയായിട്ടൊരു ബന്ധമില്ല, എനിക്കിനി ഈശോയോടുള്ള നേരിട്ടുള്ള ബന്ധം മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്നൊക്കെ ഒരു മനുഷ്യൻ വിഷമം കൊണ്ടൊക്കെ വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കാൻ ഇടവന്നു. വിഷമം കൊണ്ടാണെങ്കിലും മണ്ടത്തരം പറയരുത് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഈശോയോട് നിനക്ക് പങ്കാളിത്തം ഉണ്ടാകാൻ ഒരേ ഒരു മാർഗം അവിടുത്തെ ശരീരത്തിന്റെ അവയവമാകുക എന്നുള്ളതാണ്. ആ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് കുറവുകൾ ഉണ്ടാകാം, ആ ശരീരത്തിന്റെ ഭൗമിക യാഥാർത്ഥ്യത്തിന്റെ പോരായ്മകൾ ഉണ്ടാകാം എന്ന് കണ്ടൊന്നും അത് അവിടുത്തെ ശരീരമല്ലാതിരിക്കില്ല. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ശരീരമാകാതിരിക്കില്ല. ക്രിസ്തുവിന്റെ ശരീരത്തിനകത്താകുന്നത് വഴിയാണ് നാം ദൈവത്തിന്റെ കൂട്ടായ്മയിലാകുന്നത്. എന്ന് വെച്ചാൽ ഈ മനുഷ്യാവതാരമാണല്ലോ ദൈവാവിഷ്കരണം, മനുഷ്യാവതാരമാണല്ലോ ദൈവിക വെളിപാട്. മനുഷ്യനായി അവിടുന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് എന്തിനു വേണ്ടിയാണ് കടന്നു വന്നത്? കുരിശുമരണ ഉത്ഥാനത്താൽ നമ്മെ അവിടുത്തെ ശരീരത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ്. അത് അറിയിക്കാൻ വേണ്ടി അവിടെ നമ്മുടെ കൂടെ ജീവിച്ചു. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഇന്നത്തെ മലബാർ വായനയിലുള്ളതാണ്. കാണും എന്ന് അവിടെ അരുൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോകും, വീണ്ടും നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും. ആ ആനന്ദം ഒരിക്കലും നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. കാരണം എന്താണ്? നാം പ്രവേശിക്കുന്നത്, ഉത്ഥിതനായ മിശിഹായോട് ചേരുന്ന നാം പ്രവേശിക്കുന്നത് സ്വർഗീയ ആനന്ദത്തിലേക്കാണ്. ആ ആനന്ദം ഒരിക്കലും എടുക്കപ്പെടുകയില്ല. എന്നിട്ട് ഈശോ പറയുകയാണ്, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്ന്. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അർത്ഥം എന്താണ്? എല്ലാം ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്. ദൈവത്തിന് എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടോ? ദൈവത്തിന് ഇനി എന്തെങ്കിലും കൂടുതലായി നേടേണ്ടതുണ്ടോ? അങ്ങനെ സകലതും ഉണ്ടായിരിക്കുന്ന, സകലതും ലഭ്യമായിരിക്കുന്ന, സകലതുമായിരിക്കുന്ന സ്വർഗീയ അവസ്ഥയിലേക്ക് ഉദ്ധിതനായ മിശിഹ നമ്മളെയും ഒട്ടിച്ചു ചേർക്കും എന്ന വാഗ്ദാനമാണ് ഈശോ നമുക്ക് നൽകിയത് ഉത്ഥാനത്തിന് മുൻപ്. ആ വാഗ്ദാനമാണ് ഉത്ഥാനത്തിൽ തിരുസഭയെ സ്ഥാപിച്ചുകൊണ്ട് അവിടുന്ന് പൂർത്തീകരിച്ചത്. അതുകൊണ്ട് ദൈവാവിഷ്കരണത്തിന്റെ കൗണ്ടർ പാർട്ട് തിരുസഭയാണ്. അവിടുന്ന് തന്നെ വെളിപ്പെടുത്തിയിട്ട് നമ്മെ അവിടുത്തോട് ചേർത്ത ആ കൗണ്ടർ പാർട്ട് തിരുസഭയാണ്. ദൈവാവിഷ്കാരം യഥാർത്ഥത്തിൽ അത് മിശിഹ തന്നെയാണ്. ആ മിശിഹായുടെ കൗണ്ടർ പാർട്ട്, അതിനെ പൂർത്തീകരിക്കുന്ന ഭാഗം, അത് തിരുസഭയാണ്. അങ്ങനെ ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ട് ഒരു ശരീരമായി മാറുകയും ആ ശരീരം ത്രിത്വത്തിന്റെ ഭാഗമായിരിക്കുകയും ചെയ്യും. ഇത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം അനുഭവിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് ഈശോ നമ്മോട് ഈശോ തന്റെ പിതാവിനെ വിളിച്ചതുപോലെ തന്നെ വിളിക്കാൻ, ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയത്. തന്റെ പുത്രനായി സ്വീകരിക്കുന്ന ആത്മാവിനെ നമുക്ക് നൽകിയത് എന്ന് പറഞ്ഞാൽ, ഈശോ തന്റെ പിതാവിനെ വിളിക്കുന്ന അതേ അവകാശബോധത്തോടെ, അതേ അർത്ഥത്തോടുകൂടെ പിതാവിനെ വിളിക്കാൻ ഈശോയുടെ ഉത്ഥിത ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന നമുക്കും സാധിക്കേണ്ടതിന് ആ വിധത്തിലാണ് കർത്താവ് നമ്മെ സൃഷ്ടിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി തുടർന്ന് ഈ ആവിഷ്കരണത്തിന്റെ പദ്ധതി നൈസർഗികമായി പരസ്പരം ബന്ധിതമായ പ്രവൃത്തികളാലും വാക്കുകളാലും നിർവഹിക്കപ്പെടും. അതായത് ഈ ആവിഷ്കരണം നടക്കുന്നത് ദൈവത്തിന്റെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമാണ്. മിശിഹായുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും. പഴയ നിയമത്തിന്റെ കാലഘട്ടത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ വാക്കുകൾ കൊണ്ടും പ്രബോധനങ്ങൾ കൊണ്ടും ദൈവത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടും നടക്കുന്നു. ഇനി
അതിലെന്തൊക്കെ സംഭവിക്കുന്നു. അങ്ങനെ ദൈവം രക്ഷയുടെ ചരിത്രത്തിൽ നിറവേറ്റിയ പ്രവൃത്തികൾ വാക്കുകളാൽ ദ്യോതിപ്പിക്കപ്പെട്ട പ്രബോധനവും സത്യവും പ്രകടമാക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളൊക്കെ, ദൈവം കൽപ്പിച്ചവയൊക്കെ അതുവഴി നമ്മുടെ മിശിഹായുടെ ആഗമനം വഴി, ദൈവിക വെളിപാട് വഴി, നമ്മെ കൂട്ടിച്ചേർക്കുന്ന വഴി അവിടുന്ന് സ്ഥിരീകരിക്കുന്നു. അതുപോലെ വാക്കുകൾ പ്രവൃത്തികളെ വിളംബരം ചെയ്യുകയും ചെയ്യുന്നു. ഈശോയുടെ വാക്കുകൾ, ദൈവിക വെളിപാടിന്റെ വാക്കുകൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ വിളംബരം ചെയ്യുന്നു. ഈ ആവിഷ്കരണം വഴി എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ ആവിഷ്കരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് തിരിച്ചു പഠിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്, അതുവഴി ദൈവത്തെ പറ്റിയും മനുഷ്യരെ പറ്റിയുമുള്ള ആന്തരിക രഹസ്യങ്ങൾ, ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും, നീ ആരാണ്, ദൈവം ആരാണ്, ദൈവത്തിന്റെ ആന്തരിക രഹസ്യങ്ങൾ എന്താണ്, നിന്റെ ഭാഗധേയം എന്താണ്, നീ എവിടുന്ന് വരുന്നു, നീ എവിടേക്ക് പോകുന്നു, നീ എന്തിനുള്ളതാണ്, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മധ്യസ്ഥനും അതോടൊപ്പം ആവിഷ്കരണത്തിന്റെ സമ്പൂർണതയുമായി നിലകൊള്ളുന്ന മിശിഹായിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുമുള്ള ആന്തരിക രഹസ്യങ്ങൾ മിശിഹായിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന പ്രവൃത്തിയാണ് ദൈവാവിഷ്കരണം, തന്നെ വെളിപ്പെടുത്തൽ, റെവലേഷൻ. അത് ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന പ്രവൃത്തിയാണ്. ഇനി അടുത്ത ഭാഗം, അടുത്ത കാര്യം എന്താണ്? ഇതെങ്ങനെയാണ് ദൈവം ചെയ്തത് എന്ന് പറഞ്ഞാൽ, ദൈവം എങ്ങനെയാണ് തന്നെ ആവിഷ്കരിച്ചത്, തന്നെ ഈ ഭൂമിയിൽ നമുക്ക് നമുക്കായി അവതരിപ്പിച്ചത്, നമുക്ക് തന്നെ നൽകിയത് ഏത് വിധത്തിലാണ് എന്നാണ്. ഏത് വിധത്തിലാണ് ദൈവം നമുക്ക് തന്നെ നൽകിയത്, തന്നെ തുറന്നു കാണിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു ക്രമാനുക്രമമായി വളരുന്ന ഒരു ഒരു പ്രോസസ്സിലാണ്. ഘട്ടം ഘട്ടമായി ഇതൾ വിരിയുന്ന ഒരു പ്രോസസ്. ഒരു താമരപ്പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നതിനെ കുറിച്ച് ഓർത്ത് നോക്കി. ഘട്ടം ഘട്ടമായി ഇതൾ വിരിയുന്ന, അല്ലെങ്കിൽ പടിപടിയായി മുന്നേറുന്ന ഒരു ആത്മാവിഷ്കാരത്തിന്റെ ഒരു പ്രോസസ്സിലൂടെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ ദൈവാവിഷ്കരണത്തിന് ചുമ്മാ ഇപ്പം ചിലപ്പോഴൊക്കെ നമ്മളെ ചില മതങ്ങളിലൊക്കെ കാണാറുള്ള പോലെ ഒരു ദിവസം പെട്ടെന്ന് മാലാഖ പ്രത്യക്ഷപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ പുസ്തകം എഴുതാൻ കൊടുത്തു, അപ്പൊ ദൈവാവിഷ്കരണം ഉണ്ടായി. അങ്ങനെയല്ല. ദൈവം സഹസ്രാബ്ദങ്ങളോ മില്ലേനിയംസോ അല്ലെങ്കിൽ അങ്ങനെ നൂറ്റാണ്ടുകൾ കൊണ്ടൊന്നും അളക്കാൻ പറ്റാത്ത യുഗങ്ങൾ കൊണ്ടോ ഇതൾ വിരിക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു വികാസമാണ് ദൈവിക വെളിപ്പെടുത്തൽ. ഇതിന് എടുത്തു പറയപ്പെടാവുന്ന 6 സ്റ്റേജസ് ഉണ്ട്. അതിലൊരു സ്റ്റേജിനെ കുറിച്ച് ഞാൻ നേരത്തെ കുറച്ച് കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഈ 6 സ്റ്റേജിനെ കുറിച്ച് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ട് നമ്മൾ എന്താ ക്ലാസ് കഴിയും. 6 സ്റ്റേജുകൾ മുഴുവൻ പറയാൻ പറ്റണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. വളരെ ഷോർട്ടായിട്ട് പറയാം. ഒന്നാമത്തെ സ്റ്റേജ് നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അത് സൃഷ്ടി തന്നെയാണ്. പ്രപഞ്ചത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലും ദൈവം തന്നെ അവതരിപ്പിക്കുന്നു. എനിക്കുറിച്ച് നേരത്തെ പറഞ്ഞു, തന്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മൾ സൃഷ്ടിക്കപ്പെട്ടപ്പം ദൈവം തന്നെയാണ് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയത്. ദൈവത്തിന്റെ ഛായ എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള നന്മകളിലൊക്കെ അവിടുന്ന് പൂർണ്ണ സ്നേഹമാണ്, നമുക്ക് സ്നേഹത്തിന്റെ പങ്കാളിത്തം തന്നു. അവിടുന്ന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്, നമുക്കും സ്വാതന്ത്ര്യം തന്നു. അവിടുന്ന് പൂർണ്ണ നന്മയാണ്, അത് നമുക്ക് അങ്ങനെ തുടങ്ങുന്ന ദൈവത്തിലുള്ള നന്മകളിലൊക്കെ ദൈവം നമ്മയും പങ്കുചേർത്തു. അങ്ങനെയാകുമ്പോൾ നമ്മെ കാണുന്നവർക്ക് നമുക്ക് കിട്ടിയ പങ്ക്, അതിന്റെ ഉറവിടത്തെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മനുഷ്യന് നൽകപ്പെട്ടിരുന്ന സ്നേഹത്തിൽ ദൈവത്തെ ദർശിക്കാൻ പറ്റും, അവന്റെ മഹത്വത്തിൽ ദൈവത്തെ ദർശിക്കാൻ പറ്റും, അവനുള്ള സ്വാതന്ത്ര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെയായ ദൈവത്തെ ദർശിക്കാൻ പറ്റും. അങ്ങനെ മനുഷ്യ അസ്തിത്വത്തിൽ തന്നെ ദൈവത്തെ ദർശിക്കാൻ പറ്റും. ക്രിയേഷൻ എന്ന് പറയുന്നത് ദൈവിക വെളിപാടിന്റെ ആദ്യ ഘട്ടമാണ്. എന്ന് വെച്ചാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സത്യത്തിൽ ചെയ്തത് എന്താണ്? തന്നെ അവതരിപ്പിച്ചതാണ്. അതിന് വിളിക്കുന്ന പേരാണ് കോസ്മിക് റെവലേഷൻ അഥവാ നാച്ചുറൽ റെവലേഷൻ, അല്ലെങ്കിൽ റെവലേഷൻ ഇൻ നേച്ചർ. സ്വാഭാവിക പ്രകൃതിയിൽ സൃഷ്ടികർമ്മത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള തന്നെ വെളിപ്പെടുത്തി. അത് ഏറ്റവും താഴ്ന്നപടിയാണ്, ആരംഭദശയാണ്. എന്നാൽ അത് റെവലേഷണൽ പ്രോസസ്സ് തന്നെയാണ് താനും. അതിൽ തന്നെ ദൈവത്തിന്റെ അസ്തിത്വത്തെ പൂർണ്ണമായി നമുക്കറിയാൻ പറ്റും. പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ വ്യക്തമായി അറിയാൻ പറ്റും. അതാണ് പൂർണ്ണമായി എന്നുള്ള വാക്കല്ല, വ്യക്തമായി അറിയാൻ പറ്റും. അതായത് ദൈവമുണ്ട് എന്ന കാര്യം, ദൈവം ആണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന കാര്യം പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മാത്രം ഒരാൾക്ക് പൂർണ്ണമായും ഉറപ്പോടെ അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള എല്ലാം അറിയാൻ പറ്റും എന്നല്ല പറഞ്ഞത്, ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് സംശയരഹിതമായി അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പ്രകൃതിദത്ത മതങ്ങളുണ്ടല്ലോ, പ്രകൃതിയിൽ നിന്നുണ്ടായ നാച്ചുറൽ റിലീജിയൻസ്,
അവ ദൈവത്തെ പ്രഘോഷിക്കുന്നത് ശരിയാണ്, അവയും ദൈവത്തെയാണ് പ്രഘോഷിക്കുന്നത്. കാരണം എന്താണ്? ഈ നേച്ചറിൽ ദൈവം റിവീൽ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് സൃഷ്ടി എന്ന് പറയുന്ന പ്രവൃത്തി തന്നെ ആത്മാവിഷ്കാരമാണ്. സുവിശേഷം, വിശുദ്ധ ഗ്രന്ഥം അവിടുന്ന് എഴുതി തുടങ്ങിയത് സൃഷ്ടിയിലാണ്. അതാണ് ഒന്നാമത്തെ ഘട്ടം. ഈ 6 ഘട്ടങ്ങളെ കുറിച്ച് ബ്രീഫായിട്ട് പറയാം. രണ്ടാമത്തെ ഘട്ടം നോഹയുമായുള്ള ഉടമ്പടിയുടെ ഘട്ടമാണ്. നോഹയുമായുള്ള ഉടമ്പടിയാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ. എന്തിന്റെ ഘട്ടങ്ങളാണ് പറയുന്നത്? ദൈവം തന്നെ വെളിപ്പെടുത്തി തുടങ്ങിയത് എങ്ങനെ? ഈ പ്രപഞ്ചത്തിന് തന്നെ വെളിപ്പെടുത്തി എങ്ങനെ? ആദ്യം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അതിൽ തന്നെ വെളിപ്പെടുത്തി. രണ്ടാമത്തെ ഒരു വലിയ ഘട്ടം വരുന്നത് നോഹയുമായുള്ള ഉടമ്പടിയുടെ കാര്യത്തിലാണ്. നോഹയുമായുള്ള ഉടമ്പടി അതെന്താണ്? അതൊരു പ്യുവർ ഹിസ്റ്റോറിക്കൽ ഇവന്റ് എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗത്തെക്കുറിച്ച് കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അതിനെക്കുറിച്ച് ഇത് മാത്രം ഓർത്താൽ മതി. അവിടെ എന്താണ് സംഭവിക്കുന്നത്? നോഹയുടെ സംഭവത്തിൽ എന്താണ് അവിടെ നടക്കുന്നത്? എന്താണ്? നോഹ ഒരു നല്ല മനുഷ്യൻ, അത്രേ ഉള്ളൂ. ഒരു നല്ല മനുഷ്യൻ. അത് വാഗ്ദാനം ചെയ്യപ്പെട്ട ജനത്തിന്റെ ഭാഗമല്ല നോഹ. അബ്രാഹത്തിന്റെ സന്തതി പരമ്പരയിൽ പെടുന്നതല്ല നോഹ. നോഹ ഒരു നല്ല മനുഷ്യൻ, അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ, നേരിട്ടുള്ള വെളിപ്പെടുത്തൽ പ്രവാചകന്മാരിലൂടെയോ അബ്രാഹത്തിലൂടെയോ ആരംഭിക്കുന്നതിന് മുൻപുള്ള ഒരു മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ നീതിനിഷ്ഠനായിരുന്നു, നന്മ ചെയ്യുന്നവനായിരുന്നു, ദൈവത്തെ മാനിക്കുന്നവനായിരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു മനുഷ്യനോട് ദൈവം ഉടമ്പടിയിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിന്റെ വിളി മുതലുള്ള ജനത്തിന് പുറത്തുള്ള മനുഷ്യനോടും ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നോഹ എന്ന് പറയുന്നത് ഒരു വെറും സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ദൈവിക വെളിപാടിന്റെ ഒരു കണ്ണിയല്ല അക്ഷരാർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിന്റെ സന്തതി പരമ്പരയിൽ പെടുന്ന ഒരാളല്ല, ഒരു പ്രവാചകനല്ല, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ. ആ മനുഷ്യന് നന്മയുണ്ട്. അതുകൊണ്ട് നോഹ നന്മ ചെയ്യുന്ന, ദൈവത്തെ അറിയാത്ത സകല മനുഷ്യരുടെയും പ്രതിനിധിയാണ്. നന്മ ചെയ്യുന്നവരും എന്നാൽ ദൈവിക വെളിപാട് നേരിട്ട് സ്വീകരിച്ചിട്ടില്ലാത്തവരുമായ നല്ല മനുഷ്യരുടെ എല്ലാം പ്രതിനിധിയാണ് നോഹ. അതുകൊണ്ട് ദൈവം നോഹയോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നന്മയുള്ള മനുഷ്യരോടൊക്കെ വെളിപാട് സംലഭ്യമായിട്ടില്ലാത്ത സകല മനുഷ്യരോടും നോഹയിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവിക വെളിപാടിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരു ഭൂഖണ്ഡത്തിലെ ഒരു ഇരുണ്ട പ്രദേശത്തെ ഒരു ഗോത്രത്തിലെ മനുഷ്യരോടും ദൈവം സംസാരിച്ചിട്ടുണ്ട്. അവർക്കും ദൈവം സൃഷ്ടിയുടെയും മുകളിലുള്ള ഒരു വിധത്തിൽ സംസാരിച്ചിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തലാണ് അവന്റെ ഉള്ളിലുള്ള നല്ല ചിന്തകളിലൂടെ, മഹദ്വചനങ്ങളൊക്കെ ഇല്ലേ, അതിലൂടെ ഒക്കെ അവര് പങ്കുവെക്കുന്നത് ആ ദൈവത്തിന്റെ വെളിപ്പെടുത്തലിന്റെ ഭാഗങ്ങളാണ്. ഇങ്ങനെ ദൈവം പുരാതന കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തിരുവചനം തന്നെ പഠിപ്പിക്കുന്ന ഭാഗമാണ് ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനം. വിശുദ്ധഗ്രന്ഥം കേരളർക്ക് എടുത്ത് വായിക്കാം. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനം. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ദൈവം നമ്മുടെ പിതാക്കന്മാരോട് പല വിധത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന 2 അർത്ഥത്തിലാണ്. ഒന്ന്, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ആരും പ്രവാചകരാണ്. പ്രവചിക്കുന്ന പ്രൊഫെസി, ടു സ്പീക്ക് ഫോർ എന്നാണ്. ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവത്തെ കേൾക്കുന്ന ആ സ്വരം മറ്റുള്ളവരോട് പറയുന്നവരൊക്കെ പ്രവാചകൻ. നോഹ പോലും തിന്മ ചെയ്യരുത് എന്നുള്ള ദൈവത്തിന്റെ പ്രബോധനം സ്വീകരിക്കുകയും മക്കൾക്കും തന്റെ കുടുംബത്തിനൊക്കെ അത് പകർന്നു കൊടുക്കുകയും മറ്റുള്ളവരോട് പറയുകയും അതിനകത്തുനിന്ന് ഒരു നോഹയുടെ കുടുംബം മാത്രം അത് അനുസരിക്കുകയും ബാക്കിയുള്ളവരൊക്കെ അതിനെ തള്ളിക്കളയുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് നോഹയുടെ പെട്ടകത്തിന്റെ വിവരണവും നോഹ മാത്രം രക്ഷപ്പെടുന്നതും ബാക്കിയുള്ളവരൊക്കെ ജലത്തിൽ മുങ്ങി മരിച്ചില്ലാതായി പോകുന്നതും ഒക്കെയായ സംഭവങ്ങളും പിന്നീട് അതിനുശേഷം നോഹയോട് ഉടമ്പടി ചെയ്യുന്നതൊക്കെ നമ്മൾ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നന്മ ചെയ്യുന്നവരോട് ദൈവം സംസാരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നോഹയുടെ ഉടമ്പടി യഥാർത്ഥത്തിൽ അതിൽ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല, വരാനിരിക്കുന്ന പൂർണ്ണതയുള്ള ഉടമ്പടിയുടെ സമാരംഭമാണത്. ഏതാണ് ആ പൂർണ്ണതയുള്ള ഉടമ്പടി? മാമോദീസായിൽ ചെയ്യുന്ന ഉടമ്പടിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തമാക്കി നമ്മളെ സ്വീകരിക്കുന്നു. സത്യത്തിൽ നോഹയുടെ പെട്ടകം ഒരു മാമോദീസ പ്രതീകമാണ്. അതായത് സകലതിനെയും നശിപ്പിക്കുന്ന ജലം, തിന്മയിൽ മനുഷ്യൻ മരിച്ചു പോകുന്ന ആ സാഹചര്യത്തിൽ ജലത്തിലൂടെ ഉയർന്ന് രക്ഷ പ്രാപിക്കുന്ന ആ പെട്ടകം
അത് മാമോദീസ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ച തിരുസഭയാകുന്ന പെട്ടകമാണ്. തിരുസഭയുടെ ആദ്യത്തെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തേതെന്ന് പറയാവുന്ന പ്രതീകമാണ്. മാമോദീസയിലൂടെ ജനിക്കപ്പെട്ട, ജലത്തിലൂടെ രക്ഷിക്കപ്പെട്ട സഭയാകുന്ന പെട്ടകത്തിന്റെ ആദ്യത്തെ രൂപമാണ് നോഹയുടെ പെട്ടകം. പക്ഷെ ഇവിടുത്തെ കാര്യം എന്താണ്? ഈ നോഹ വാഗ്ദാനം ലഭിക്കുന്ന ജനത്തിന് പുറത്തുള്ള നല്ല മനുഷ്യരെന്നുള്ള ഒരൊറ്റ ക്വാളിറ്റിയുള്ള മനുഷ്യരോടും ദൈവം പ്രാരംഭത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്നതിന്റെ പ്രതീകമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ദൈവം സകല നല്ല മനുഷ്യരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് നന്മയുണ്ടായാൽ പോരെ ദൈവത്തെ കേൾക്കാൻ എന്ന് ചോദിക്കാനിടയുണ്ട്. അതിനൊരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് എന്താണെന്നറിയാമോ? അതിങ്ങനെയാണ്: നോഹയുമായി ദൈവം നടപ്പാക്കിയ ഉടമ്പടി വിജാതിയുടെ കാലത്തുടനീളം സുവിശേഷത്തിന്റെ സാർവത്രിക പ്രഘോഷണ ഘട്ടം വരെ പ്രാബല്യമുള്ളതാണ് എന്നാണ് CCC 58-ാം പാരാഗ്രാഫിൽ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഈ ഈ വിജാതിയരോടുള്ള, ഈ യഹൂദരോട് നോഹയോടുള്ള ഉടമ്പടി എന്ന് പറഞ്ഞാൽ വിജാതിയരോടുള്ള ഉടമ്പടിയാണ്. നേഷൻസ് അഥവാ ജനതകളോടുള്ള ഉടമ്പടിയാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാകുന്ന ഇസ്രായേലിനോടുള്ള ഉടമ്പടിക്ക് പുറത്താണ് ഇത്. അതിനു മുൻപാണിത്. അത് സത്യത്തിൽ ജനതകളോടുള്ള, സകല മനുഷ്യരോടുള്ള ഉടമ്പടിയാണ്. പക്ഷെ ആ ഉടമ്പടിയുടെ വാലിഡിറ്റി എപ്പോ വരെയാണെന്നറിയാമോ? മിശിഹ വരെയാണ്. മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന സുവിശേഷം വരെയേ അതിന് പ്രാബല്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രാബല്യമില്ല. അത് CCC 58-ാമത്തെ പാരാഗ്രാഫിൽ ഇങ്ങനെ വായിക്കും: നോഹയുമായി ദൈവം നടപ്പാക്കിയ ഉടമ്പടി വിജാതിയുടെ കാലത്തുടനീളം സുവിശേഷത്തിന്റെ സാർവത്രിക പ്രഘോഷണ ഘട്ടം വരെ പ്രാബല്യമുള്ളതാണ്. അഥവാ യൂണിവേഴ്സൽ പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തെ സഘോഷം, അത് പ്രഘോഷിച്ചു തുടങ്ങുന്ന ഈശോയാണല്ലോ, അങ്ങനെ പ്രഘോഷിച്ച് തുടങ്ങുന്നത് വരെ ഇതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അബ്രാഹിമിന്റെ സന്തതി പരമ്പരയിൽ ഒന്നും പെടാത്ത, വാഗ്ദാനത്തിന്റെ, സോക്കോൾഡ് വാഗ്ദാനത്തിന്റെ മക്കളല്ലാത്ത അനേകരെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വലുതായി സംസാരിക്കുന്നത്. അതിൽപ്പെടുന്ന ആളുകളാണ് ആബേൽ, അല്ലെ, നീതിമാനായ നല്ലവനായ ആബേൽ. മെൽക്കിസദേക്ക് ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ്. ദാനിയേല്, ജോബ്, ഇങ്ങനെ തുടങ്ങുന്ന നോഹ ഉൾപ്പെടെയൊക്കെയുള്ള പല ആളുകളെ കുറിച്ചും വിശുദ്ധ ഗ്രന്ഥം സംസാരിക്കുന്നു. നമ്മൾ ഓർക്കണം, വിശുദ്ധ ഗ്രന്ഥം അവരെ കുറിച്ച് സംസാരിക്കുന്നു. അതാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് അത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സംഭാഷണം, വിശുദ്ധ ഗ്രന്ഥത്തിൽ അവർ അവതരിപ്പിക്കപ്പെടുന്നെങ്കിൽ ദൈവം അവരോട് സംസാരിച്ചിട്ടുണ്ടെന്ന് അല്ലേ അതിന്റെ അർത്ഥം. പക്ഷെ ആ സംസാരത്തിനൊരു ഒരു ഒരു പ്രശ്നമുണ്ട്, ഒരു പോരായ്മയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എന്താണ്? അത് സുവിശേഷത്തിന്റെ യൂണിവേഴ്സൽ പ്രൊക്ലമേഷൻ വരെയാണ് എന്നതാണ് അതിന്റെ ലിമിറ്റ്. അതുകൊണ്ട് എല്ലാ കാലത്തും അത് വാലിഡ് അല്ല. എന്നാൽ ദൈവത്തിന്റെ സാർവത്രികമായ രക്ഷാപദ്ധതിയെ, ഭാഷകൾക്കും ഗോത്രങ്ങൾക്കും അതീതമായ രക്ഷാപദ്ധതിയെ ഈ നോഹയുമായുള്ള ഉടമ്പടി പ്രകടമാക്കുന്നുണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഘട്ടം. ഒന്ന് സൃഷ്ടി, രണ്ട് നോഹയുമായുള്ള ഉടമ്പടി. ഇനി മൂന്നാമത്തേത്, ഫാസ്റ്റ് ആയിട്ട് പറയട്ടെ, മൂന്നാമത്തേത് അബ്രാഹത്തോടുള്ള ഉടമ്പടിയാണ്. അബ്രാഹത്തിന് തന്നെ വെളിപ്പെടുന്ന ദൈവമാണ് മൂന്നാമത്തെ ഘട്ടം. ഇത് ഈ പറഞ്ഞ ഘട്ടങ്ങളൊക്കെ നമ്മൾ രക്ഷയുടെ വഴിയിൽ പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനോടൊരു മുൻപരിചയം ഉണ്ടാവും. ഞാനത് പറഞ്ഞേക്കാം, പെട്ടെന്ന് കുറച്ച് വിശദമായി സംസാരിക്കുന്ന വിഷയങ്ങളാണ്, എന്നാൽ പോലും ഞാനുള്ള സമയം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തരാം. അബ്രാഹത്തിനുള്ള വിളിയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? സാർവത്രികമായ വെളിപ്പെടുത്തൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയിട്ട് അവിടെ മുതൽ ആരംഭിക്കുകയാണ്. അബ്രാഹത്തിന്റെ വിളി മുതലുള്ള ഘട്ടം അത് ഹിസ്റ്റോറിക്കൽ റെവലേഷൻ ആരംഭിക്കുന്നു എന്നാണ് അതിന്റെ കാര്യം. എന്ന് പറഞ്ഞാൽ അതുവരെയുള്ളത് ചരിത്രാതീതമായ, ചരിത്രത്തിനപ്പുറത്തുള്ള, പ്യുവർ ചരിത്രമെന്ന് വിളിക്കാൻ പറ്റാത്ത ദൈവശാസ്ത്രപരമായ ചരിത്രത്തിന്റെ എലമെന്റ്സ് ഉള്ള യൂണിവേഴ്സൽ റെവലേഷൻ ആയിരുന്നെങ്കിൽ ഇവിടം മുതൽ, അബ്രാഹം മുതൽ, വിശുദ്ധഗ്രന്ഥത്തിലത് 12-ാമത്തെ അധ്യായം മുതൽ ആരംഭിക്കും. ദൈവത്തിന്റെ സംസാരം ആരംഭിക്കുകയാണ്. പ്രത്യേകമായി തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയിൽ നിന്ന് വികസിക്കുന്ന ഒരു ജനത്തിലൂടെ ദൈവം സംസാരിച്ചു തുടങ്ങിയാണ്. അതുകൊണ്ട് അബ്രാഹം മുതൽ ആരംഭിക്കുന്ന ആ ഘട്ടത്തെ ചരിത്രപരമായ ഘട്ടം എന്ന് വിളിക്കും. ചരിത്രത്തിലുള്ള വെളിപാടിന്റെ ഘട്ടം എന്ന് വിളിക്കും. ഹിസ്റ്റോറിക്കൽ റെവലേഷൻ എന്ന് വിളിക്കും. ഇത് ചോദിക്കുമ്പം പെട്ടെന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം മാത്രം പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ ആളുകൾക്ക് തോന്നാവുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഈ അബ്രാഹത്തെ മാത്രം വിളിച്ചത്? അപ്പൊ ബാക്കിയുള്ള മനുഷ്യരോ? അബ്രാഹത്തിന്റെ പ്രത്യേകത, അപ്പൊ അവിടെ വേറെ ഗോത്രങ്ങളില്ലായിരുന്നു, വേറെ ജനങ്ങളില്ലായിരുന്നു? ഉണ്ടായിരുന്നു. അബ്രാഹത്തെ വിളിച്ചത് പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ കാരണങ്ങൾ എന്തായിരുന്നാലും ഫലത്തിലൊരു കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയാമോ? അബ്രാഹത്തെ വിളിക്കുന്നത് ദൈവിക വെളിപാടിന്റെ ഒരു തായ്തണ്ടായി മാറാൻ വേണ്ടിയാണ്. ദൈവിക വെളിപാടിന്റെ ഒരു തായ്തണ്ടായി മാറാൻ വേണ്ടിയാണ്. ആ തായ്തണ്ടിലേക്കാണ് ശാഖകളെ എല്ലാം ഒട്ടിച്ചു ചേർക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഒരു തായ്തണ്ട് വേണമല്ലോ.
തായ്തണ്ടിലേക്ക് ഒട്ടിച്ചു ചേർക്കുന്ന ശാഖകൾക്കും വിലയുണ്ട്. ആ ശാഖകളാണ് ഫലം പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ശാഖയും തായ്തണ്ടും ഒന്നായി തീരുന്ന വിധത്തിൽ ദൈവം ആദ്യം ഒരു തായ്തണ്ടിനെ നാട്ടുക മാത്രമാണ് ചെയ്യുന്നത്. അഥവാ അബ്രാഹത്തിലൂടെ ആരംഭിക്കുന്ന ഈ വെളിപാട് സർവ്വജനത്തിലേക്കുമാണ് വികസിക്കുന്നത്. അതങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. ഒരു ജനത്തെ ഒരുക്കി പഠിപ്പിച്ചു കൊണ്ടുവന്നിട്ടാണ് അതിലേക്ക് മിശിഹ വരുന്നത്. അപ്പൊ അത് ഇതിൽ വിരിയുന്നത് അബ്രാഹത്തിലാണ് ആരംഭിക്കുന്നത്. പക്ഷെ അത് അബ്രാഹത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല. അതാണ് അതിന്റെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന കാര്യം. അബ്രാഹത്തിന്റെ മക്കൾക്കും വേണ്ടി മാത്രമായിരുന്നില്ല അവരെ വിളിച്ചത്. അവർക്ക് തന്നെ വെളിപ്പെടുത്തിയത് അവർ വഴി ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. സകല മനുഷ്യർക്കും വേണ്ടിയായിരുന്നു അബ്രാഹത്തെ വിളിച്ചത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനകത്തൊരു അനീതി സംഭവിച്ചേനെ. എന്താ ബാക്കിയുള്ള മനുഷ്യർക്കൊന്നും ഇല്ലാത്ത കൊമ്പ് അബ്രാഹത്തിനുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. അത് ദൈവം ആരെ വിളിച്ചാലും വിളിച്ചതൊക്കെ എല്ലാവർക്കും വേണ്ടിയാണ്. ദൈവം ആർക്ക് വെളിപ്പെടുത്തി തുടങ്ങിയാലും വെളിപ്പെടുത്തിയതൊക്കെ എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് അബ്രാഹത്തെ വിളിച്ചു, അബ്രാഹത്തോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് അബ്രാഹത്തോടുള്ള ഒരു പ്രത്യേക ഫേവർ എന്ന് കരുതുന്നതിനോടൊപ്പം അങ്ങനെയാണ്. അതോടൊപ്പം അതിനപ്പുറത്ത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരുക്കം ആരംഭിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. 59-ാമത്തെ പാരഗ്രാഫില് ചിതറിപ്പോയ മനുഷ്യവംശത്തെ മുഴുവൻ ഒന്നിച്ചു ചേർക്കാനായി ദൈവം അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളുടെ ഇടയിൽ നിന്നും നിന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും പുറത്തു വരിക. ദൈവം അവനെ അബ്രാഹം, അതായത് ജനതകളുടെ പിതാവാക്കി മാറ്റി, നിന്നിൽ ഭൂമിയിലെ സർവ്വജനതകളും അനുഗ്രഹീതരാകും എന്ന് അവനോട് അരുളി ചെയ്തു. നിന്റെ സന്തതികൾ അനുഗ്രഹീതരാകുന്നല്ല, ഭൂമിയിലെ സകല ജനതകളും നിന്നിൽ അനുഗ്രഹീതരാകും. അത് സംഭവിക്കുന്ന എവിടെയാണ്? അബ്രാഹത്തിന്റെ സന്തതി പരമ്പരയിൽ വന്നു പിറക്കുന്ന ഈശോയിലൂടെ സകല ജനതകളും അനുഗ്രഹീതരാകും. അതുകൊണ്ടാണ് വിജാതീയരോട് സുവിശേഷം ആഘോഷിക്കാനൊക്കെ പൗലോസ്ലീഹ ചാടിപ്പുറപ്പെട്ടത്. യഹൂദർക്ക് മാത്രമുള്ളതല്ല, ദാറ്റ് ഇസ് എ യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് ആദിമസഭ മുതൽ മനസ്സിലാക്കിയതിന്റെ കാരണം ഇതാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പറഞ്ഞു പോകാതെ അടുത്തതിലേക്ക് കുറിച്ച്. അടുത്തത് അബ്രാഹത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലാണ്. അടുത്ത ഘട്ടം ഇസ്രായേലാണ്. ഇസ്രായേലിനെ ഒരു ജനമാക്കി രൂപീകരിച്ചു. അബ്രാഹാം എന്നൊരു വ്യക്തിയെ വിളിച്ചു, അല്പാൽപമായി വളർത്തി, എന്നിട്ട് എക്സോഡസ് കാലഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഒരു ജനത്തെ രൂപീകരിച്ചു. തീവ്രമായ ബന്ധമുള്ള, നിയമാനുഷ്ഠാനമുള്ള ഒരു ജനമാക്കി ദൈവം ഇസ്രായേലിനെ രൂപീകരിച്ചു. അത് തന്നെ വെളിപ്പെടുത്തലിന്റെ അടുത്ത ഘട്ടമായിരുന്നു. സത്യത്തിൽ ആ വെളിപ്പെടുത്തൽ എന്താ നടക്കുന്നതെന്ന് അറിയാവോ? സഭയുടെ അടിസ്ഥാനം ഇടുകയാണ്. അതുകൊണ്ടാണ് പുതിയ ഇസ്രായേലാണ് തിരുസഭ എന്നൊക്കെ പറയുന്നത്. കൂട്ടായ്മയെ സ്ഥാപിക്കുകയാണ്. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു കൂട്ടത്തെ സ്ഥാപിക്കുകയാണ്. ഒരാൾ നയിക്കുന്ന, മോശം നയിക്കുന്ന ഒരു കൂട്ടായ്മയെ സ്ഥാപിക്കുകയാണ്. ഈശോ നയിക്കുന്ന സഭയെ സ്ഥാപിക്കുന്നത് പോലെ ഒരു കൂട്ടായ്മയെ സ്ഥാപിക്കാൻ. അതായത് വെളിപാട് സംഭവിക്കാനിരിക്കുന്ന സഭയെ സൂചിപ്പിക്കുന്ന വിധത്തിൽ ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുന്നു. എന്നിട്ടോ ഇസ്രായേലിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. തന്റെ വാക്കുകളിലൂടെ, തന്റെ പ്രബോധനങ്ങളിലൂടെ, തന്റെ ഇടപെടലുകളിലൂടെ, തന്റെ ശാസനയിലൂടെ, ശിക്ഷണങ്ങളിലൂടെയൊക്കെ എന്റെ വില്ലിതാണെന്ന് ദൈവം വെളിപ്പെടുത്തും. പോരാ, പ്രവാചകന്മാരെ അയച്ച് ദൈവത്തിന് വേണ്ടി സംസാരിപ്പിച്ച് ദൈവം നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഈ 2 ഘട്ടങ്ങൾ മുതൽ, അതായത് 3 ഘട്ടങ്ങൾ മുതൽ, നോഹയുമായുള്ള ഉടമ്പടി എന്ന ഘട്ടം മുതൽ അബ്രാഹത്തിന് കൊടുക്കുന്ന വെളിപാടിന്റെ ഘട്ടം മുതൽ ഇസ്രായേലിനോടുള്ള വെളിപ്പെടുത്തൽ ഉൾപ്പെടെ അതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഴയ നിയമത്തിന്റെ ഭാഗങ്ങളാണ്. എന്നാൽ സൃഷ്ടി വിവരണമോ അതും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമാണ്. അതൊരു ആമുഖം പോലെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള 11 പൂർത്തിയാകുന്നത് വരെയുള്ള ഭാഗങ്ങൾ അതൊരു ആമുഖമാണ്. അതിനുശേഷമാണ് ചരിത്രപരമായ ഡോക്യുമെന്റേഷന്റെ സ്വഭാവമുള്ള വെളിപാട് ആരംഭിക്കുന്നത്. അതിനു മുമ്പത്തെ വെളിപാടല്ലെന്നല്ല അർത്ഥം. ഞാനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നീട് കുറച്ചുകൂടി വിശദീകരിക്കാം പിന്നീട്. ഇപ്പൊ ഇത്രയും മാത്രം ഓർത്താൽ മതി. അത് വെളിപാടിന്റെ ഒരു ഘട്ടമാണ്, ആമുഖ ഘട്ടമാണ് എന്നോർത്താൽ മതി. ഇനി അപ്പൊ പ്രവാചകന്മാരിലൂടെയും ഇസ്രായേൽ ജനത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി. അങ്ങനെ അതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന 4ാം ഘട്ടം. 5ാം ഘട്ടം അത് മിശിഹ ആണ്. മിശിഹയാണ് വെളിപാടിന്റെ കേന്ദ്രം, വെളിപാടിന്റെ പൂർണ്ണത. ഈ ഇസ്രായേലിലൂടെ ഒരുക്കി വന്നിട്ട് മിശിഹായിൽ ആ വെളിപാട് പൂർണ്ണമാകും. ഇത് നമ്മൾ വീണ്ടും വിശദമായി സംസാരിക്കേണ്ടതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. വെളിപാട് എന്താണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം തന്നെ തെറ്റാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വെളിപാട്? ദൈവം എന്താണ് വെളിപ്പെടുത്തിയെന്ന് ചോദിക്കരുത്. പകരം ദൈവിക വെളിപാട് ആരാണ് എന്നാണ് ചോദിക്കേണ്ടത്. ഹു ഇസ് ദ റെവലേഷൻ? ആരാണ് വെളിപാട് എന്നാണ് ചോദിക്കേണ്ടത്. എന്താണ് വെളിപാട് എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താണ്?
വെളിപ്പെടുത്തപ്പെട്ട കാര്യം എന്താണെന്നാണ്. പക്ഷെ ഒരു കാര്യമല്ല വെളിപ്പെടുത്തുന്നത്, ദൈവം തന്നെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. വെളിപ്പെടുത്തുന്നത് അവിടുന്ന് തന്നെയാണ്. മിശിഹായാണ് വെളിപാടിന്റെ പൂർണ്ണത. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിശിഹായാകുന്ന വെളിപാടിന്റെ പൂർണ്ണതയെക്കുറിച്ചും ആ പൂർണ്ണതയുടെ അത് പൂർണ്ണമാണെങ്കിൽ പിന്നെ ഈ സ്വകാര്യ വെളിപാടുകൾക്ക് എന്താണ് സ്ഥാനമുള്ളത്. ഈശോയിൽ എല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞെങ്കിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കാര്യം വെളിപ്പെടുത്തുന്നു, അതിനെന്താ സാങ്കത്യമുള്ളത് എന്ന് തുടങ്ങുന്ന സ്വകാര്യ വെളിപാട് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അല്ലെ, പരസ്യ വെളിപാട് വിശേഷമാണ്, മിശിഹായാണ് എങ്കിൽ സ്വകാര്യ വെളിപാടിൽ അവിടെ നിൽക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാനുണ്ട്. എനിവേ, മിശിഹായാണ് വെളിപാടിന്റെ പൂർണ്ണത. അവിടുന്ന് തന്നെയാണ് വെളിപാട്. അതായത് ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഈശോയെ കാണുന്നവൻ സ്വർഗത്തെ കാണുന്നു, ഈശോയെ വായിക്കുന്നവൻ ദൈവത്തെ വായിക്കുന്നു, ഈശോയെ അനുഭവിക്കുന്നവൻ ദൈവത്തെ അനുഭവിക്കുന്നു. ഈശോയിൽ കവിഞ്ഞൊന്നും വെളിപ്പെടുത്താനില്ല. ഈശോയാണ് വെളിപാടിന്റെ പൂർണ്ണത. എന്നാൽ സ്വീകരിക്കുന്ന നമുക്ക് മെല്ലെ മെല്ലെയാണ് അത് കൂടുതൽ മനസ്സിലാക്കി വരാൻ പറ്റുള്ളൂ. ഈശോയിൽ പൂർത്തിയായ വെളിപാടിനെ നമ്മിൽ പൂർണ്ണമാകുന്നതിന് സമയമെടുക്കും. പക്ഷെ ദൈവം ഈശോയിൽ തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കും. നമ്മൾ ആ വെളിപാട് വായിച്ചെടുക്കുന്നതിന്, സ്വാംശീകരിക്കുന്നതിന് ഇനിയും സമയമെടുക്കും. അത് തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് ശരിയാണ്. അപ്പൊ അതാണ് 5ാമത്തെ ഘട്ടം, ഈശോയിൽ പൂർണ്ണമാകുന്ന വെളിപാട്. ഇനി 6ഉം 7ഉം ഘട്ടങ്ങളുണ്ട്. 6ാം ഘട്ടം ഏതായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതാണ് തിരുസഭ. തിരുസഭയിലും ദൈവം ഈ വെളിപ്പെടുത്തൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? മിശിഹായിൽ നടത്തിയ ആ വെളിപ്പെടുത്തലിന്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് നമ്മെ പരിശുദ്ധാത്മാവ് വീണ്ടും കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ വെളിപ്പെടുത്തൽ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തിരുസഭയിൽ ദൈവിക വെളിപാട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ബൈബിൾ എഴുതി പൂർത്തിയായപ്പോൾ വെളിപാട് പൂർത്തിയായി എന്ന് വിചാരിക്കുക. വെളിപാട് പൂർത്തിയായി, പക്ഷെ അതിന്റെ നൽകപ്പെടൽ തിരുസഭയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തിരുസഭയുടെ കൗൺസിലുകളിലൂടെ, തിരുസഭയുടെ പ്രബോധനങ്ങളിലൂടെ, വിശുദ്ധരുടെ ജീവിതത്തിലൂടെ ഒക്കെ ഈ വെളിപ്പെടുത്തൽ അതിന്റെ അർത്ഥതലങ്ങളെ വീണ്ടും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയത് വെളിപ്പെടുത്തുന്നതല്ല അതിന്റെ അർത്ഥം, നൽകപ്പെട്ടതിനെ കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു, അഥവാ നമുക്ക് ബോധ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തിരുസഭ ദൈവിക വെളിപാടിന്റെ ഇപ്പോഴത്തെ ഘട്ടമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ഘട്ടമാണ്. മിശിഹായിൽ പൂർത്തിയാക്കിയ ദൈവിക വെളിപാടിനെ പരിശുദ്ധാത്മാവ് വിശദീകരിക്കുന്ന ഘട്ടമാണ് തിരുസഭയുടെ ഘട്ടം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്, അവൻ വന്നു കഴിയുമ്പോൾ സകല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങളെ അനുസ്മരിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവിടുന്ന് പഠിപ്പിച്ചിരുന്നു, അത് അനുസ്മരിപ്പിച്ച് അതിനെ വിശദീകരിച്ച് അതിന്റെ അർത്ഥങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഘട്ടമാണ് തിരുസഭയിലുള്ളത്. അതുകൊണ്ട് തിരുസഭയുടെ കാലഘട്ടം അത് വെളിപാടിന്റെ ഈ ഭൂമിയിലെ പൂർണ്ണതയുടെ ഘട്ടമാണ്. മിശിഹായിൽ പൂർത്തീകരിച്ച ദൈവിക വെളിപാട് തിരുസഭയിലാണ് നമ്മെ സംബന്ധിച്ച് പൂർത്തീകരിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ ദൈവം അതിങ്ങോട്ട് വർഷിക്കുന്നു, പരിമിതികളില്ലാതെ വർഷിക്കുന്നു, നാം അത് സ്വീകരിക്കുന്നു. സ്വീകരിക്കലും കൂടെ പൂർണ്ണമാകണമല്ലോ, നൽകപ്പെടൽ മാത്രമല്ല. അപ്പൊ സ്വീകരിക്കൽ പൂർണ്ണമാകുന്നത് തിരുസഭയിലാണ്. എന്ന് പറഞ്ഞപ്പോൾ ഒരു മഴ പെയ്യുന്നു, ഒരാളൊരു പാത്രമായിട്ട് പോയിട്ട് വേണം സ്വീകരിക്കാം, 2-3 പേർക്ക് വലിയൊരു പാത്രമായിട്ട് പോയിട്ട് സ്വീകരിക്കാം, ഒരാൾക്ക് വേണം വലിയൊരു ഇങ്ങനെ ടാർപ്പായൊക്കെ പോയിട്ട് സ്വീകരിക്കാം. ഈ പെയ്യുന്ന മഴ മുഴുവനും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പാത്രമായിട്ട് പോയിട്ടും അതിനെ സ്വീകരിക്കാം. അങ്ങനത്തെ ഒരു പാത്രമാണ് തിരുസഭ. ദൈവിക വെളിപാടിനെ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുന്ന, വിശദീകരിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന ഭാഗമാണ് തിരുസഭ. അതുകൊണ്ട് തിരുസഭ ദൈവിക വെളിപാടിന്റെ ഭാഗമാണ്. ഐ റിപ്പീറ്റ്, തിരുസഭ ദൈവിക വെളിപാടിന്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ സുവിശേഷം മാത്രം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ദൈവിക വെളിപാട് കയ്യിലുണ്ടെന്ന് പറയരുത്. പെന്തക്കോസ്തക്കാർ പറയുന്നത് പോലെ ഒരു ബൈബിൾ ഉണ്ട്, അതിലിതൊക്കെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ വെളിപാട് മുഴുവനുണ്ട്, ഞങ്ങൾക്കിത് മതി എന്ന് പറയരുത്. ദൈവിക വെളിപാടിന്റെ നമ്മെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് തിരുസഭ. തിരുസഭയോടെയാണ് ഈ വെളിപാട് വ്യാഖ്യാനിക്കപ്പെടുന്നത്, വിശദീകരിക്കപ്പെടുന്നത്, അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്, നമ്മുടേതായി മാറുന്നത്. അതാണ് 6ാമത്തെ ഘട്ടം. 7ാമത്തേതും അവസാനത്തേതുമായ ഘട്ടം ദൈവം തന്നെ പരിപൂർണമായി നമ്മെ വെളിപ്പെടുത്തുന്ന ഘട്ടമാണ് സ്വർഗം. എസ്കറ്റോളജി എന്നാണ് അതിനെ വിളിക്കുന്നത്. യുഗാന്ത്യവും ദൈവിക വെളിപാടിന്റെ ഘട്ടമാണ്. എന്ന് വെച്ചാൽ വിശുദ്ധഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ നാം കണ്ണാടിയിൽ എന്നതുപോലെ കാണുന്നു, അന്ന് നാം മുഖാമുഖം ദർശിക്കും. ഒരു ബാരിയറും ഇല്ലാതെ, ഒരു ചില്ല് പോലും ഇടയ്ക്കില്ലാതെ നമ്മൾ നേരിട്ട് സകല കാര്യങ്ങളും ദർശിക്കും. ഇപ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയ വിധത്തിലാണ് നമ്മൾ ദർശിക്കുന്നത്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് തോമാസ്ലീഹയോട് സംസാരിക്കവേ ഈശോ നമ്മോട് പറഞ്ഞു. അത് ഭാഗ്യമാണ്. എന്നാൽ അതിനുശേഷം നമ്മൾ
കണ്ട് അതിൽ പങ്കാളിയാവുകയും ചെയ്യും. ഇന്ന് കാണാതെ വിശ്വസിക്കുന്ന നാം അന്ന് സകലതും ആന്തരിക നേത്രങ്ങളെ കുറിച്ചാണ്, കണ്ണുകൊണ്ട് കാണുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, അതിലായിരുന്നു കൊണ്ട് പരിപൂർണമായും അനുഭവിക്കുന്ന സമയമാണ് ദൈവത്തെ പൂർണ്ണമായി അറിയുന്ന സമയം. ദൈവത്തെ ദൈവമായിരിക്കുന്ന വിധത്തിൽ ദൈവം അറിയുന്നത് പോലെ തന്നെ നാം ദൈവത്തെ അറിയുന്ന സമയമാണ് യുഗാന്ത്യം, സ്വർഗം, മിശിഹായുടെ രണ്ടാം വരവിന് ശേഷമുള്ള സമയം. അതാണ് വെളിപാട് പൂർണ്ണമാകുന്ന സമയം. അതുവരെ വെളിപാട് ഇങ്ങനെ സൃഷ്ടിയിൽ നിന്ന് സമാരംഭിച്ച് ക്രമാനുക്രമമായി വിടർന്ന് മിശിഹായിൽ പൂർത്തിയാക്കിയിട്ട് അവിടെ നിന്ന് ആ മിശിഹായിൽ പൂർത്തിയാക്കിയ ദൈവിക വെളിപ്പെടുത്തലിനെ സഭയിലൂടെ സഭ സ്വാംശീകരിച്ച് ഇനി അടുത്ത ഘട്ടത്തിൽ സ്വർഗത്തിൽ ആ വെളിപാടിനെ പരിപൂർണമായും ഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാമോദീസ സ്വീകരിച്ചവർ, പരിശുദ്ധ മാമോദീസ സ്വീകരിച്ചവർ പ്രവേശിക്കും. അപ്പോഴാണ് ഈ വെളിപാട് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പൂർത്തിയാകുന്നു. എന്ന് വെച്ചാൽ വെളിപാട് നൽകലും അതിനെ സ്വീകരിക്കലും കൂടെ കൂടിച്ചേരുന്ന പൂർത്തീകരണം സംഭവിക്കുന്നത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ വാക്കുകളും ചിന്തകളും അപൂർണമാണ്. ദൈവിക വെളിപാട് പൂർണ്ണമാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മുടെ തിരിച്ചറിവ് അപൂർണമാണ്. ഇത് പൂർണ്ണമാകാനിരിക്കുന്ന ഇടം അത് സ്വർഗമാണ്. ആ സ്വർഗത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ആ സ്വർഗത്തിൽ പൂർണ്ണമാകേണ്ട ദൈവിക വെളിപാടിനെ കുറിച്ച്, അറിവിനെ കുറിച്ച് മിസ്റ്റിക്കലായി, രഹസ്യാത്മകമായി, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ രഹസ്യങ്ങളെ നമുക്ക് കണ്ടും തൊട്ടും അറിയാവുന്ന വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം ഇതാണ്. എന്നാൽ അതിനെ മിസ്റ്റിക്കലായി, അഭൗമികമായി, സ്വർഗീയമായി, രഹസ്യാത്മകമായി നൽകപ്പെട്ടിരിക്കുന്ന ഇടമാണ് തിരുസഭ. ഇത് രണ്ടൂടെ കൂടുമ്പോൾ ഒരു പരിധി വരെ സ്വർഗീയനായ ദൈവത്തെ നമുക്കറിയാൻ പറ്റും. അത് മരണശേഷം പൂർണ്ണമാവുകയും ചെയ്യും. അതുകൊണ്ട് ദൈവിക വെളിപാടിന്റെ ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗത്തെ മാറ്റി നിർത്തിയിട്ടുള്ള വചനപ്രഘോഷണം അർത്ഥശൂന്യമാണ്. പലപ്പോഴും ഈ പൂർത്തിയാകുന്ന സ്വർഗത്തെക്കുറിച്ച് പറയാതെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പെരുമാറ്റ രീതികളെക്കുറിച്ച് സംസാരിക്കുകയും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് താഴ്ന്ന പടികളിലൊക്കെ ഓക്കെയാണ്. പക്ഷെ അത് മാത്രമാണെങ്കിൽ അത് വിശുദ്ധ ഗ്രന്ഥത്തോട് ചെയ്യുന്ന അനീതിയായിട്ട് മാറും. കാരണം ദൈവിക വെളിപാടിന്റെ ലക്ഷ്യം സ്വർഗത്തിൽ പൂർത്തിയാകുന്ന വെളിപാടാണ്, യുഗാന്ത്യോന്മുഖമാണ്, എസ്കറ്റോളജിക്കലാണ്. അതുകൊണ്ട് യുഗാന്ത്യത്തിൽ പൂർത്തിയാകേണ്ട, എസ്കറ്റോളജിക്കലി റിയലൈസ് ചെയ്യപ്പെടേണ്ട, അഥവാ പരിപൂർണമായി തീരേണ്ട, ദൈവത്തിന്റെ വെളിപാടിന്റെ ഭാഗത്തുനിന്നുള്ള പരിപൂർണതയല്ലെന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ സ്വീകരണത്തിന്റെയും കൂടെ ഭാഗത്തുനിന്നുള്ള, അതോട് കൂടി ചേരുമ്പോഴുണ്ടാകുന്ന പരിപൂർണത സംഭവിക്കുന്ന സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. അതിനുള്ള ഒരുക്കത്തിന്റെ പാതയിലാണ് നാം വചനം പഠിക്കുന്നത്, വചനമാകുന്ന മിശിഹായെ അറിയുന്നത്, തിരുസഭ ജീവിതം നയിക്കുന്നത്. ഇതുകൂടാതെ അതറിയാൻ സാധിക്കുകയില്ല എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ തീവ്രതയോടുകൂടെ വചനത്തെ പഠിക്കാം, മിശിഹായെ അറിയാൻ കൂടുതലായിട്ട് ശ്രമിക്കാം. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ, എനിക്ക് 2 സംശയങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ എല്ലാവരും ചേരുമ്പോൾ അതിനകത്ത് ഒരു പേരിട്ടിരുന്നു, ട്രിനിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ടിരുന്നു. അപ്പൊ അത് പ്രാർത്ഥനയുടെ ഒരു കൂട്ടായ്മയല്ല. അപ്പൊ ഒരിക്കൽ കുറെ കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ, ട്രിനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഈ ട്രിനിറ്റിയുടെ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചേരാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ ഈ പറയുന്നത് ദൈവത്തിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്നുള്ള ഒരു ഇതിലേക്കല്ലേ പോകുന്നതെന്ന് തോന്നി. അതൊരു പ്രാർത്ഥനയുടെ കൂട്ടായ്മയല്ല. അപ്പൊ അത് അങ്ങനെ ഇടുന്നത് തെറ്റാണോ? നമ്മള് ഈശോയുടെ അങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അനുദിന ജീവിതത്തിലെ ഓരോ ഗ്രൂപ്പുകൾക്കൊക്കെ അനാവശ്യമായിട്ട് അങ്ങനെ ഇടുന്നത് ശരിയാണോ? ഇനി രണ്ടാമത്തെ സംശയം എന്ന് പറഞ്ഞത്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് റെവലേഷൻസ് നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയല്ല. അതായത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോരുത്തർ പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരാള് എന്നോടത്ത് സംസാരിച്ചപ്പോ ഇങ്ങനെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതായിട്ടും അവര് തന്നെയായിട്ടൊരു നൊവേന ഇറക്കുന്നതും, അങ്ങനെ 2-3 കൊല്ലമായിട്ട് അവരിങ്ങനെ 9 ദിവസമായിട്ട് നൊവേന ചെല്ലുന്നു ജപമാലയുടെ രൂപത്തില്. അപ്പൊ അതിനകത്ത് നമ്മള് പങ്കെടുക്ക നമ്മുടെ വിശ്വാസത്തിന് അടിത്തറയല്ല എന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ പോലും മറ്റുള്ളവർ അതിനകത്ത് പങ്കെടുക്കുന്നത് തെറ്റാണോ?
ഈ രണ്ട് സംശയങ്ങളാണുള്ളത്. ഇതിൽ ആദ്യത്തെ സംശയം ഞാൻ ഇപ്പോൾ ഉത്തരം പറയേണ്ടതാണ്. അടുത്ത സംശയം അടുത്ത ക്ലാസ്സിൽ പറയേണ്ടതാണ്. കാരണം പ്രൈവറ്റ് റെവലേഷനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനകത്ത് അതിന്റെ അടിസ്ഥാനം മുഴുവൻ പറഞ്ഞാലാണ് നമുക്കിതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചോദ്യം അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കും. അപ്പോൾ അന്നേരം ആ ക്ലാസ് കഴിയുമ്പം ഈ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാനായിട്ടൊന്ന് ഓർക്കണേ. ആദ്യത്തെ ചോദ്യത്തെക്കുറിച്ച് പറയാം. ത്രിത്വം എന്ന് പറഞ്ഞ പേരുകൾ ഒക്കെ നമ്മൾ ചുമ്മാ ഓരോ സെക്യുലർ വാട്സാപ്പ് ഗ്രൂപ്പുകൾക്കോ അങ്ങനെ എന്തെങ്കിലും സാധനത്തിനൊക്കെ ഇടുന്നത് ഉചിതമാണോ എന്നാണ്. ഉചിതമാണോ എന്ന് ചോദിച്ചാൽ ഉചിതമല്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ഇങ്ങനെ ഈ എന്താ പറയാ ദേവി ദേവന്മാരുടെ പേരുകളൊക്കെ ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഇടുന്നു, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. പക്ഷെ അതുപോലെ നമുക്ക് ഈശോയുടെ സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് കരുതി ജീസസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ പേരുകളൊക്കെ ഇടുന്നത് ഉചിതമല്ല. കാരണം അത് കാണുന്ന ഒരാൾക്ക് അതാ ഈശോ വരുന്നു എന്നൊക്കെ പറയുന്നു, അല്ലേ? ഈശോ ഇന്ന് നേരത്തെ പോയല്ലോ, ഈശോയുടെ ടയർ പൊട്ടി ബസിന്റെ, അങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ട് അത്രയും റെഫറൻഷ്യൽ ആയിട്ടുള്ള പദങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല. എന്നാൽ വിശുദ്ധരുടെ പേരുകളൊക്കെ ഇടുന്നത് അവരെ അനുസ്മരിപ്പിക്കാനൊക്കെ ഇടുന്നതിനകത്ത് കുഴപ്പമില്ല. ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളും പേരുകളും, ഈശോയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പിതാവിനെ കുറിച്ച് ഒക്കെയുള്ള പദങ്ങൾ, അതുപോലെ തിരുസഭയുമായി ബന്ധപ്പെട്ട കൂദാശകൾ, ഇപ്പൊ തന്നെ ഒരു പുസ്തകത്തിന് കുംഭസാരം എന്നൊക്കെ പേരിടുന്നു. ഉദ്ദേശം വേറെ വല്ലതും ആയിരിക്കും, ഏറ്റുപറച്ചിൽ എന്നുള്ള അർത്ഥത്തിലായിരിക്കും. അപ്പോൾ കുംഭസാരം എന്നൊക്കെ പേരിടുന്നു, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് അങ്ങനെ വേണം. അതൊന്നും ഉചിതമല്ല. കാരണം അത് അതിവിശുദ്ധമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന പദങ്ങളാണ്. ആ പദങ്ങളെ ചുമ്മാ ലൗകിക അർത്ഥത്തിലേക്കും സ്വാഭാവിക കാര്യങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോയി താഴ്ത്തുന്നത് അതൊരിക്കലും ഉചിതമല്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഓഫേർഡ് ടു ജീസസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അങ്ങനെ ആ അർത്ഥത്തിലൊക്കെ അങ്ങനെ എഴുതുവാണെങ്കിൽ കുഴപ്പമില്ല. പകരം ഈശോ എന്നൊക്കെ ഒരു സാധനത്തിന് പേരിടുന്നു, ഒരു വസ്തുവിന് പേരിടുന്നു, ഒരു കാസറ്റിന് പേരിടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കാസറ്റ് ഇറക്കുന്ന നേരം ഈശോ എന്ന് പേരിടുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പേരിടുന്നു. അത് അത്ര ഉചിതമല്ല. ഒരർത്ഥത്തിൽ അങ്ങനെ നോക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഗാനങ്ങളാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി എന്നോ, അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ ആദ്യത്തെ വരി പേരായിട്ട് കൊടുത്തെന്നോ ഒക്കെ വേണം നമുക്ക് പറയാം. എന്നാൽ പോലും പരിശുദ്ധാത്മാവ് എത്ര ബാക്കിയുണ്ട് എന്നൊക്കെ കടയിൽ ചെന്നിട്ട് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി തിരുസഭ തന്നെയും ഇങ്ങനെ നിർദ്ദേശങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനൊക്കെ സെമിനാരി പഠിക്കുന്ന കാലത്ത് അങ്ങനത്തെ ചില നിർദ്ദേശങ്ങൾ വെർബലായിട്ട് കൊടുത്തിട്ടുള്ള പോലെ എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെയൊന്നും വിടരുത് എന്ന്. ഇപ്പൊ വിശുദ്ധ കുർബാന അങ്ങനത്തെ പേരുകളൊന്നും ഇങ്ങനത്തെ കാസറ്റുകൾക്ക് ഒന്നും ഇടാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പുസ്തകത്തിന് വിശുദ്ധ കുർബാന ഒരാമുഖ പഠനം എന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അതിനങ്ങനെ അഡ്ജക്റ്റീവും കൂടെ അതിന് കൂർത്തി വേണം. അങ്ങനെ അല്ലാതെ ഒരാളുടെ പേരായിട്ട് വിളിക്കാവുന്ന ചില ആളുകളൊക്കെ അങ്ങനെ ഒക്കെ ചെയ്യും. ഇങ്ങേയറ്റം യൂറോപ്പിലൊക്കെയുള്ള ചില സ്ഥലങ്ങളിൽ പെറ്റ്സിന് പോലും സെയിൻസിന്റെ പേരൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വലിയ അവഹേളനമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കണം എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. കാര്യം ചെറിയൊരു കാര്യമാണ് നമുക്ക് തോന്നും, പക്ഷേ അതിനകത്ത് നമുക്ക് ദൈവത്തോടുള്ള ബഹുമാനത്തിന്റെ എലമെന്റ് ഉണ്ട്. അത് ഉപയോഗിക്കേണ്ടി വരുന്നവർ പലരായിരിക്കും, അല്ലെ? അപ്പൊ ആ ആള് സ്വന്തം നിലയ്ക്കിട്ടതാണെങ്കിലും ആ ബസ്സിൽ കയറേണ്ടി വരുന്നവരൊക്കെ അങ്ങനെ പറയേണ്ടി വരില്ലേ? ആള് ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈശോയെ പ്രഘോഷിക്കാൻ ഒരു മാർഗമാകട്ടെ, രണ്ടുപേര് ഈശോയെ കുറിച്ച് അത് പേര് കാണുമ്പോൾ ഓർക്കുകയാലും ചെയ്യുമല്ലോ എന്നെങ്കിലും ഓർത്തിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നിടാലോ, ഈശോയുടെ നാമത്തിൽ എന്ന് പറയാമല്ലോ. അല്ലെങ്കിൽ എന്താ പറയാ, ഈശോയുടേത് എന്നുള്ള അർത്ഥത്തിലോ അങ്ങനെ ഏതെങ്കിലും, പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കില്ല, അങ്ങനെ ഏതെങ്കിലും വിധത്തിലാണെങ്കിൽ കുഴപ്പം. പക്ഷെ നേരിട്ട് ഈശോയെ അഭിസംബോധന ചെയ്യുന്ന ആ പേര് ഒരു വസ്തുവിനെയോ ഒരു സാധനത്തെയോ ഒരാളെയോ ഒക്കെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഇടുന്നത് ശരിയല്ല. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം ആമോസ് 5:20 പലരും ഇങ്ങനെ നിരീശ്വരവാദികളായിട്ടുള്ളവരല്ല, പക്ഷേ ക്രിസ്ത്യാനികൾ തന്നെ പലരും ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, കർത്താവിന്റെ ദിനം പ്രകാശമല്ല അന്ധകാരമാണ്, പ്രകാശ ലേശമില്ലാത്ത തമസ്സാണ്. എന്തിനാണ് നിങ്ങൾക്ക് കർത്താവിന്റെ ദിനം? അത് അന്ധകാരമാണ്, പ്രകാശമല്ല. പക്ഷെ നമ്മൾ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പറയുന്നത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കില്ല എന്ന്. ഇങ്ങനെ ഈ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്? അതായത് അതെനിക്കൊരു കൺഫ്യൂഷൻ. ആ ഭാഗം ഒന്ന് കുറച്ച് മുമ്പോട്ടൊന്ന് വായിച്ചേ. അന്ധകാരത്തിൽ അവന്
മറ്റേ ആമോസിന്റെ അത് വായിക്കാം. 5:20 മുമ്പ് തൊട്ട് വായിച്ച് ആ പാരഗ്രാഫ് തുടങ്ങുന്നതോടെ മുതൽ ഒരുമിച്ച് വായിക്കേ. കർത്താവിന്റെ ദിനം പ്രകാശമല്ല അന്ധകാരമാണ്, പ്രകാശലേശമില്ലാത്ത തമസാണ്. നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, അവജ്ഞയാണ്. നിങ്ങളുടെ മഹാസമ്മേളനങ്ങൾ എനിക്ക് പ്രസാദമില്ല. നിങ്ങളുടെ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല. സമാധാന ബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുകയുമില്ല. നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കണ്ട, നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയുമില്ല. അത്ര മതി. ഈ ഭാഗം മുഴുവൻ ആമോസിന്റെ പുസ്തകം, അതിനകത്ത് പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് 5-ാമത്തെ അധ്യായം മുഴുവനും സംസാരിക്കുന്നത് ഇസ്രായേലിന്റെ അകൃത്യങ്ങളെ കുറിച്ചുള്ള ശാസനയാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാരൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് സമൂഹം വഴിതെറ്റുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കർത്താവിലേക്ക് മടങ്ങൂ എന്ന് ശക്തമായി ആഹ്വാനം ചെയ്യാൻ വേണ്ടിയാണ്. അവർ പലപ്പോഴും ശാസനകളുമായിട്ട് വരിക, ചിലപ്പോൾ അവരെ ചിലപ്പോൾ ഇങ്ങനെ കർത്താവ് ചെയ്യുന്നു പറഞ്ഞ ശിക്ഷകളുമായിട്ട് വരിക, അങ്ങനെയൊക്കെ പല വിധത്തിലാണ്. അപ്പം ആമോസ് എന്ന പ്രവാചകനും ഇസ്രായേലിന്റെ അകൃത്യങ്ങളെ കുറിച്ച് നിങ്ങൾ വിലപിക്കണം, അനുതപിക്കണം എന്ന് പ്രഘോഷിക്കുന്ന, ഇസ്രായേലിനെ അനുതാപത്തിലേക്ക് നയിക്കുന്ന, മടങ്ങിവരവിലേക്ക് വിളിക്കുന്ന പ്രവചന ഭാഗങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥലമാണിത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗത്തെ മാത്രമായിട്ട് എടുത്തിട്ട് മറ്റൊരു ഭാഗത്തോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അതിന്റെ സമഗ്രതയിലാണ്. അപ്പൊ ഇസ്രായേല് വീണും എഴുന്നേറ്റും വളർന്നു വന്ന ഒരു ജനമാണ്. അപ്പൊ അത് അവരുടെ ഒരിക്കലിന്റെ ഭാഗമായിരുന്നു. അവരുടെ ദൗർബല്യങ്ങളെ ജീവിക്കാൻ അവരെ തന്നെ പ്രാപ്തരായിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ആമോസ് രംഗപ്രവേശനം ചെയ്യുന്നത്. ആമോസ് എന്ന പ്രവാചകൻ അവരോട് അവരെ അകൃത്യങ്ങളെ കുറിച്ച് പറയാൻ. അവരെ അകൃത്യങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു അറിയാമോ? അവര് ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്നു എന്ന് കാണപ്പെടുന്നു, എന്നാൽ അവര് ആന്തരികമായിട്ട് അങ്ങനെ ആയിരുന്നില്ല. അവർ ദൈവത്തിന്റെ ആഘോഷങ്ങളൊക്കെ നടത്തും, തിരുനാളുകളൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കും, ദേവാലയത്തിലൊക്കെ, പക്ഷെ അവരുടെ പ്രവൃത്തികൾക്കകത്ത് അകൃത്യം നിലനിന്നിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ സ്വീകരിച്ച വിശ്വാസത്തിന് ചേർന്ന ജീവിതം അവർ നയിക്കാതിരുന്നു. അങ്ങനത്തെ സമയത്ത് കർത്താവിന്റെ ദിനത്തെക്കുറിച്ച് ആമോസ് പറയുകയാണ്. കർത്താവിന്റെ ദിനം എന്ന് പറഞ്ഞാൽ അവർക്ക് കർത്താവിന്റെ ആഗമനത്തെക്കുറിച്ചൊരു വിചാരമുണ്ട്. അപ്പോൾ ആമോസ് അവരോട് പറയാണ്, കർത്താവിന്റെ ആഗമനം ഉണ്ടല്ലോ, സകലതും കത്തിച്ച് ചാമ്പലാക്കുന്ന, നിങ്ങൾ നിങ്ങൾ വിചാരിക്കും കർത്താവ് വന്ന വലിയ പ്രകാശത്തോടെ നിങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ടങ്ങ് പോകുന്നു. പക്ഷെ കർത്താവ് വരുന്നത് അന്ധകാരത്തിന്റെ രൂപത്തിലായിരിക്കും, നിങ്ങളെ കത്തിച്ച് കളയും, നിങ്ങളെ ചുട്ടുചാമ്പലാക്കും, നിങ്ങളുടെ എന്നൊക്കെ പറയും. കാരണം അതുകൊണ്ടാണ്, നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, അവജ്ഞയാണ്, നിങ്ങളുടെ മഹാസമ്മേളനങ്ങൾ എനിക്ക് പ്രസാദമില്ല, നിങ്ങൾ ദഹനബലികളും ധാന്യബലി അർപ്പിച്ചാൽ ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാം. എന്നിട്ട് കർത്താവ് അരുൾ ചെയ്യുകയാണ്, ദമാസ്കസിന് അപ്പുറത്തേക്ക് ഞാൻ നിങ്ങളെ പ്രവാസികളായി അയക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം അവരെ ശാസിക്കുന്നു എന്ന് ഈ ആമോസ് ജനത്തെ അറിയിക്കുകയാണ്. അപ്പൊ ആ അർത്ഥത്തിലാണ് കർത്താവിന്റെ ദിനം എന്ന് പറയുന്നത് അവരുടെ ശിക്ഷാവിധിക്കായി, അവരെ ശിക്ഷിക്കാനായി കർത്താവ് വരാനിരിക്കുന്ന ദിനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ആ ദിനം നിങ്ങൾക്ക് അന്ധകാരത്തിന്റെ ദിനമായിരിക്കുമെന്നാണ്. അത് ശരിയുമാണ്. മിശിഹായുടെ ആഗമനത്തിന്റെ ദിവസം തിന്മ ചെയ്യുന്നവർക്ക് അന്ധകാരത്തിന്റെ ദിനമായിരിക്കും, നന്മ ചെയ്യുന്നവർക്ക് പ്രകാശത്തിന്റെ ദിനമായിരിക്കും. അവർ പ്രകാശത്തിലേക്ക് സ്വീകരിക്കപ്പെടും, മറ്റവർ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന പ്രയോഗം ഓർക്കണം. അവർക്ക് നരകശിക്ഷയുടെ സമയമായിരിക്കും അത് എന്നാണ്. ഇത് രണ്ടും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതല്ല, എന്നാൽ പരസ്പര ബന്ധിതമായ കാര്യങ്ങളാണ്. അച്ഛാ ഒന്നുമില്ല, അച്ഛൻ 13ാമത്തെ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും അതിപ്പോ നമുക്ക് ഈ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ചോദിക്കുക. അതായത് ബസ്സുകൾക്ക് ജീസസ് എന്ന് പേരിടുന്നത്, അതിനെപ്പറ്റി ഇപ്പൊ പ്രഖ്യാപിച്ചില്ല. അപ്പൊ കുമ്പസാരത്തെ പറ്റി അച്ഛൻ ഇതിൽ മെൻഷൻ ചെയ്യുകയുണ്ടായി. ഇപ്പൊ ഈ പ്രാവശ്യം ഞാനത് കുറെ ബുക്സ് മേടിച്ചപ്പോ അതൊരു ബുക്ക് വന്ന് എനിക്ക് കിട്ടിയ ബുക്ക് വന്ന് വിശുദ്ധ അഗസ്തീനോസിന്റെ കുമ്പസാരം, അതിൽ പേര് തന്നെ അങ്ങനെ ഇട്ടേക്കണ അച്ഛാ. തിരുസഭ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അതിനൊരു കുഴപ്പമില്ല. കുമ്പസാരം എന്ന കൂദാശയെ കുറിച്ചല്ല അത് പറയുന്നത്, അഗസ്തീനോസിന്റെ ഏറ്റുപറച്ചിൽ എന്നാണ്. അഗസ്തീനോസിന്റെ ഏറ്റുപറച്ചിൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് നടത്തുന്ന ഏറ്റുപറച്ചിൽ, തന്റെ പഴയകാലത്തിലെ വീഴ്ചകളെ കുറിച്ച്, താൻ മിശിഹായെ അറിയാതെ ജീവിച്ച ഒരു കാലഘട്ടത്തിന്റെ വേദനയെക്കുറിച്ച് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി അത് കുമ്പസാരസ്യം പറയലല്ല അതിനകത്ത് നടക്കുന്നത്, ഏറ്റുപറച്ചിൽ എന്നാണ് അതിന്റെ അർത്ഥം. വിശുദ്ധ അഗസ്തീനോസിന്റെ ഏറ്റുപറച്ചിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇല്ല അച്ഛാ? അത്രേ ഉള്ളൂ. ഏറ്റുപറച്ചിൽ ഇട്ട് ഇടുവായിരുന്ന കുറച്ചുകൂടെ നല്ലതായിരുന്നു. പക്ഷെ അഗസ്തീനോസിന്റെ കൺഫെഷൻസ് എന്നാണ് സത്യത്തിൽ ആ പുസ്തകത്തിന്റെ ഒറിജിനൽ പേര് തന്നെ, കൺഫെഷൻസ് അഗസ്റ്റിൻ. അപ്പൊ അത് തന്റെ ഏറ്റുപറച്ചിൽ എന്നാണ്
തൻ്റെ ഒരു ഏറ്റുപറച്ചിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അഡ്ജക്റ്റീവോട് ചേർക്കുമ്പോൾ അതിന് കുഴപ്പമില്ലാണ്ടാവും. ഇപ്പൊ ഈശോ എന്ന് എഴുതുന്നതിന് പകരം ഈശോയുടെ എന്ന് എഴുതിയാൽ കുഴപ്പമില്ല. ഈശോയുടെ എന്ന് എഴുതിയാൽ കുഴപ്പമില്ല. ഒരു ബസ്സിന്റെ പേരെ ഈശോ എന്ന് എഴുതുമ്പോൾ കുഴപ്പമുണ്ട്. ഈശോയുടെ എന്ന് എഴുതിയാൽ കുഴപ്പമില്ല. ഈശോയുടെ ബസ് എന്ന് അതിനർത്ഥമാക്കാം, ഒരു കുഴപ്പമില്ല, നമുക്കങ്ങനെ പറയാം. ഒരു വീടിന്റെ മുമ്പിൽ വീട്ടുപേരിടുമ്പം ഈശോയുടെ ഭവനം എന്ന് വേണമെങ്കിൽ ഒരാൾ എഴുതിയാൽ പോലും അതിന് കുറ്റം പറയാനൊന്നുമില്ല. എന്നപോലെ അഗസ്തീനോസിന്റെ കുമ്പസാരം എന്ന് പറഞ്ഞത് നോ ഇഷ്യൂസ്. ഞാൻ ഈ പേരിന്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും ഒരു ഡൗട്ട് ചോദിച്ചാണ്. പലപ്പോഴും ഈ ക്രൈസ്റ്റസൺ, ക്രിസ്റ്റസൺ എന്നൊക്കെ പേരിടാറുണ്ടല്ലോ, അത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത്? അത് ഈ പറഞ്ഞ പോലെ അഡ്ജക്റ്റീവോട് കൂടിയല്ലേ, ഈശോയുടെ പുത്രൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഇട്ടാൽ അത് പ്രശ്നമില്ല. പക്ഷെ ഈശോ എന്ന പേരിടുമ്പോൾ പ്രശ്നമാണ്. അവൻ ചെയ്യുന്ന സകല കുരുത്തക്കേടിനും ഈശോ അങ്ങനെ ചെയ്തു എന്ന് പറയേണ്ടി വരില്ലേ, അല്ലേ? ഇനി മറ്റതും പ്രശ്നമാണ്. അതായത് ഈശോയുടെ മകനാണ്, ഇപ്പൊ ദേ കള്ളുഷാപ്പിൽ നിന്ന് ഇറങ്ങില്ല എന്ന് ആളുകളെ കൊണ്ട് പറയും. ഭിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല എന്ന് ആണ് പറയേണ്ടത്. പിന്നെ ചിലരെങ്ങനെ ന്യായീകരിക്കുന്നു, അവൻ ഈശോയുടെ മകനാണ് തീർച്ചയായിട്ടും, അതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ പേടും, അവൻ അങ്ങനെ തന്നെ ഓർത്ത് വളരാൻ വേണ്ടിയാ എന്നൊക്കെ പറഞ്ഞൊക്കെ അതിനൊരു പാപമായിട്ടും തെറ്റായിട്ടൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ഉചിതമല്ല എന്ന് വേണമെങ്കിൽ പറയാം, ഉചിതമല്ല എന്ന് വേണമെങ്കിൽ. അത് പേര് എന്റെ അറിവിലോ അങ്ങനെയുള്ള പേര് വരുന്ന പലപ്പോഴും അവരുടെ ജനനമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജില് അത് അങ്ങനെ ഒരു രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും അത്തരം പേര് വന്നു എന്നുള്ളതാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പൊ ആ രീതിയിൽ അത് എത്രത്തോളം ശരി എന്നുള്ളത് അറിയാൻ വേണ്ടി ചോദിച്ചാൽ. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ വേറെ സാധ്യതകളുണ്ട്. ദൈവത്തിന് സ്തുതി എന്നർത്ഥമുള്ള വാക്കുകളുണ്ട്, ഹീബ്രു വാക്കുകളുണ്ട്, പേരുകളുണ്ട്. അതുപോലത്തെ പേരിലൊക്കെ വേണം ഇടാലോ. അങ്ങനെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടല്ലോ, ഉണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഇട്ടുപോയ ഒരാളെ ജീവിതകാലം മുഴുവൻ കുറ്റപ്പെടുത്താനൊന്നും പോകണ്ട എന്ന് മാത്രം. ശ്രദ്ധിയായിരിക്കട്ടെ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ കാത്തലിക്സും അതായത് കാത്തലിക് ആയിട്ടുള്ള ഒരു ബോയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഗേളും അവർ തമ്മിലുള്ള വിവാഹത്തിന് എത്രത്തോളം സാധുതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സഭ അത് അംഗീകരിക്കുന്നുണ്ടോ? വിവാഹത്തെക്കുറിച്ച് ഇത് വലിയൊരു വിഷയമാണ്. ഞാൻ പിന്നീട് എങ്ങനെ എപ്പോഴും സമയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 1-2 കാര്യം പറയാം. സാധാരണഗതിയിൽ വിവാഹങ്ങൾ എക്സെപ്ഷനായിട്ട്, സാധാരണ വിവാഹം എപ്പോഴും നടക്കേണ്ട കത്തോലിക്ക വ്യക്തിയും തമ്മിലുള്ള ആണെന്ന് നമുക്കറിയാലോ. ഇനി ചില അപൂർവ സന്ദർഭങ്ങളിലൊക്കെ പിന്നെ ചിലപ്പം കല്യാണ ആലോചനകൾ വരുന്നതായിട്ട് അങ്ങനെ പല വിധത്തിൽ കത്തോലിക്ക വ്യക്തി അല്ലാത്ത ഒരാളുമായി വിവാഹം നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപൂർവമായിട്ടൊക്കെ. അത് 2 കാറ്റഗറിയിലാണ്. ഒന്നിനെ വിളിക്കുന്ന പേര് മിശ്ര വിവാഹങ്ങൾ എന്നാണ്. മിശ്ര വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പറയാൻ പോകുന്നത് ഒരു ക്രിസ്ത്യാനി അക്രൈസ്തവ മതങ്ങളിലുള്ള ആളുകളുമായി വിവാഹം കഴിക്കുന്നതാണ് എന്നാണ്. അല്ല, മിശ്ര വിവാഹം എന്ന് തിരുസഭ ഉദ്ദേശിക്കുന്നത്, കാനനിലോ ഉദ്ദേശിക്കുന്നത് അതർ ഡിനോമിനേഷൻസുമായുള്ള വിവാഹമാണ്. അഥവാ മാമോദീസ സ്വീകരിച്ച കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യാനികളുമായുള്ള വിവാഹത്തെയാണ് മിശ്ര വിവാഹം എന്നുകൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു കാറ്റഗറി. അതിനകത്ത് തന്നെ പല കാറ്റഗറികളുണ്ട്. 2ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡിസ്പാരിറ്റി ഓഫ് കൾട്ടാണ്. ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്ന് പറഞ്ഞാൽ അത് മതാന്തര വിവാഹമാണ്. ഒരു സഭാംഗം ഒരു ഹൈന്ദവനായിരിക്കുന്ന ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരാളോടോ മറ്റു മതത്തിലുള്ള ഒരാളോടോ മാമോസ സ്വീകരിച്ചിട്ടില്ലാത്ത ഒരാളുമായി നടത്തുന്ന വിവാഹത്തെയാണ് ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്ന് പറയുന്നത്. അപൂർവം വളരെ സീരിയസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അഭിയന്ത പിതാവ് അവരുടെ മാപ്പപേക്ഷയൊക്കെ സ്വീകരിച്ച് ഒത്തിരി കണ്ടീഷൻസ് ഒക്കെ എഴുതി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ മാമോസയിൽ വളർത്തും, ഈ പാർട്ട്ണറെ അവരുടെ വിധത്തിൽ ജീവിക്കാൻ അനുവദിക്കും, വിശ്വാസത്തിൽ ജീവിക്കാൻ അനുവദിക്കും എന്നൊക്കെ അനുവദിച്ചുകൊണ്ട് വിവാഹ അനുമതി നൽകാറുണ്ട്. അപ്പം അങ്ങനത്തെ ചില സെലിബ്രിറ്റീസിന്റെ ഒക്കെ വിവാഹത്തെയൊക്കെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് കാണുമ്പോൾ ആളുകളുടെ ഇടയ്ക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നും. അത് ശരി, അപ്പൊ കാശുള്ളവർക്ക് അങ്ങനെയൊക്കെ അനുവദിക്കാമല്ലോ, അവർക്ക് ഇതൊക്കെ കെട്ടാലോ എന്നൊക്കെ ആളുകൾ പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് അതിന്റെ പുറകിലുള്ളതെന്നറിയാമോ? അത് ഒരു ദൗർഭാഗ്യകരമായ മറ്റൊരു പോംവഴിയുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ സഭ ഇനി എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് അങ്ങ് ജീവിക്കാൻ തുടങ്ങിയെന്നോ അല്ലെ അവർക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു എന്നോ ഒക്കെയുള്ള സന്ദർഭത്തിൽ പിന്നെ ഇനിയിപ്പോൾ എന്താ ഉള്ളത്? ആ 2 ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുള്ള. ഒന്നുകിൽ അവരെ പുറത്താക്കാം, തൽഫലമായിട്ട് എന്ത് പറ്റും? അവരിലൂടെ ആരംഭിക്കുന്ന തലമുറകൾ ഈശോയെ അറിയാതെ അങ്ങ് കടന്നു പോകും. 2ാമതൊരു ഓപ്ഷൻ ഉണ്ട്, എന്താണെന്നറിയാമോ? അവരുടെ ആ തിന്മയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ആ സാധ്യതയാണ് ഇത്. ഈ സാധ്യതയ്ക്ക് ഒരു ദൈവവചനത്തിന്റെ ഒരു
ഒരു ഒരു ഒരു ഒരു ഒരു സപ്പോർട്ടും കൂടെയാണ്. എന്താണെന്നറിയാമോ? അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മൂലം വിശുദ്ധീകരിക്കപ്പെടാം. അവിശ്വാസിയായ ഭർത്താവ്, ഇത് റിയലി സംഭവിക്കാറുണ്ട്. സത്യത്തിൽ സഭ ഇങ്ങനത്തെ മതാന്തര വിവാഹത്തെ, ഡിസ്പാരിറ്റി ഓഫ് കൾട്ടിനെ അനുവദിക്കുന്നതിന്റെ പുറകിലുള്ള കാരണം അങ്ങനത്തെ ഒരു കല്യാണം അനുവദിച്ചേക്കാം എന്നുള്ളത് കൊണ്ടല്ല. പകരം പലപ്പോഴും ഈ നാട്ടിൽ നടക്കാറുള്ളൂ, എനിക്ക് തന്നെ അറിയാവുന്ന പോലെ, ഒരു വിശ്വാസിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയിട്ട് വേർത്തനെ പ്രേമിച്ച് കല്യാണം കഴിച്ചു, എന്നിട്ട് തന്നു. പിന്നീട് രജിസ്റ്റർ മാരേജ് നടത്തി. അങ്ങനെ ആ കൊത്തം കുളവായി. പിന്നീട് അവര് വിവാഹം കഴിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് അനുവദിക്കുന്നു എന്ന് കരുതുക. വർഷങ്ങൾ കുറച്ച് കഴിയുമ്പം കുഞ്ഞുങ്ങളെ എന്തായാലും കത്തോലിക്ക വിശ്വാസം വളർത്താമെന്ന് രണ്ടുപേരും എഴുതി കൊടുക്കുമ്പോഴാണ് അതിനകത്ത് ഇത് നടക്കുകയുള്ളൂ. അങ്ങനെ കുറെ വർഷങ്ങൾ ശേഷം, ചിലപ്പോൾ ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് പക്വതയൊക്കെ ആകുമ്പം ഇവൻ പറയും, അല്ലെങ്കിൽ ഇവളുടെ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ കണ്ടിട്ട്, അന്നൊരു തെറ്റുപറ്റി എങ്കിൽ പോലും വിശ്വാസം പ്രാർത്ഥന കണ്ടിയാൽ അവൻ പറയും, എടി നമ്മളിങ്ങനെ രണ്ടായിട്ട് എങ്ങനെ ജീവിച്ചാൽ എങ്ങനെയാണ്? ഞാനും ഈശോയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്, നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വിവാഹത്തെ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞ് ആ വിവാഹത്തെ പൂർത്തീകരിക്കാനുള്ള സന്നദ്ധത ഒത്തിരി ആളുകൾ പ്രകടിപ്പിച്ചതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. സത്യത്തിൽ നാളെ പരിശുദ്ധാത്മാവ് അവരെ ഒരുക്കി ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നോളുമായിരിക്കും എന്നുള്ള പ്രത്യാശയാലാണ് സഭ അത് അനുവദിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അല്ലാണ്ട് ചുമ്മാ അവർക്ക് അങ്ങനെ ആവാം, എന്നാ പിന്നെ ഇങ്ങനെ ആയിക്കോ എന്ന മട്ടിലല്ല. അതൊരു എക്സെപ്ഷനാണ്. മറ്റൊരു പോംവഴി ഇല്ലാത്ത പോലെ ഗതികേടിലാകുന്ന സമയത്തുള്ള ഒരു എക്സെപ്ഷനാണ്. എക്സെപ്ഷൻസിനെ ജനറലൈസ് ചെയ്യരുത്. ഇനി ആദ്യം പറഞ്ഞത് അത് ആണ് മിശ്ര വിവാഹം എന്ന് വിളിക്കുന്നത്. ഇന്റർ ഡിനോമിനേഷണൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത്. കത്തോലിക്ക വ്യക്തി മറ്റ് അകത്തോലിക്ക വ്യക്തികളുമായി നടത്തുന്ന വിവാഹമാണ്. ആ വിവാഹം സാധ്യമാണ്, ഒരു എമർജൻസിയിൽ സാധ്യമാണ്. പക്ഷെ ചുമ്മാ അങ്ങ് പോയി കല്യാണം കഴിക്കാൻ പറ്റില്ല. അതിന് ഒത്തിരി പ്രൊസീജിയർ ഉണ്ട്. സിമ്പിളായിട്ട് ഇത്ര മാത്രം ഓർത്താൽ മതി. ഇപ്പോൾ ഒരു കത്തോലിക്ക വ്യക്തിയും ഒരു യാക്കോബായ വ്യക്തിയും കൂടി വിവാഹം കഴിക്കാനായിട്ട് പോകുന്നു, അങ്ങനെ ആലോചന വരുന്നു, അങ്ങനെയാണ്, അതിലൊന്നും വേറെ മാർഗമില്ല എന്ന് വരുന്ന സാഹചര്യത്തിൽ രണ്ട് സ്ഥലത്തെയും അഭിവന്ദ്യ പിതാക്കന്മാർക്ക് ഇതിന്റെ കത്ത് കൊടുക്കുകയും അപേക്ഷ സമർപ്പിക്കുകയും രൂപതാ കുരിയിൽ നിന്നുള്ള അനുവാദം നൽകൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കേസിലും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് സിറോ മലബാർ വ്യക്തി മറ്റൊരു വ്യക്തി, അപ്പം ഈ പ്രീ മാരേജ് കോഴ്സ് കൂടണം, സഭയുടെ വിശ്വാസം പഠിക്കണം, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ. ഇപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് ചേരും. ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം അവരെ അറിയിക്കുകയും അവരതൊക്കെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ കാനോനിക്കൽ പ്രൊസീജിയർ പൂർത്തിയാക്കിക്കൊണ്ട് രൂപതാധ്യക്ഷന്റെ അനുവാദത്തോടുകൂടെ വിവാഹം നടത്താവുന്നതാണ്. അതിന് ഓരോന്നുമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഇതിന്റെ നടപടിക്രമങ്ങളിൽ. എന്ന് പറഞ്ഞാൽ ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള ഒരാളോടോ അല്ലെങ്കിൽ യാക്കോബായ വിഭാഗത്തിലുള്ള ഒരാളോടോ നടത്തുന്നത് രണ്ട് വിധത്തിലാണ്. കാരണം അതിനകത്ത് സഭ കോമൺ ആയി നടത്തിയിട്ടുള്ള എഗ്രിമെന്റ്സ് ഉണ്ട്. അത് ചിലപ്പോൾ ചില കാര്യങ്ങൾ എളുപ്പമാക്കും, ചിലത് അങ്ങനെ അല്ലാതാക്കും. എന്നാൽ പ്രൊട്ടസ്റ്റന്റുകാരുമായിട്ട് ഇതിന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും അതാത് സാഹചര്യത്തിലാണ് പറയേണ്ടത്. നമുക്കങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിച്ചനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അതിന് കൃത്യമായിട്ട് ആ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലുള്ള ഗൈഡൻസ് തരും. അച്ഛൻ വിശേഷിയായിരിക്കട്ടെ. അച്ഛാ, ഈ ഞാൻ ഇങ്ങനെ, എന്റെ വൈഫ് യാക്കോബൈറ്റ് ആണ്. പേര് കാര്യമൊന്നും പറയണ്ട, ആ ഒരു ഉദാഹരണമായിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ. യാക്കോബൈറ്റ് ഭാവകക്ഷിയാണ്. അപ്പൊ നമ്മള് പണ്ട് പോലെ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഭാവകക്ഷിയും സീറോ മലബാറും കല്യാണം കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതല്ല. അപ്പൊ അവിടെ നിന്ന് നമ്മളെന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ അച്ഛന്റെ ലെറ്റർ വാങ്ങിച്ചു ഇവിടെ കൊടുത്തു, നമ്മുടെ സഭയിൽ ചേരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതിനുശേഷം അവിടുത്തെ ലാറ്റിൻ ചർച്ചിലാണ്, സീറോ മലബാർ ചർച്ചിലാണ് നമ്മുടെ മനസ്സംഭവം നടന്നതും ഇവിടുത്തെ സീറോ മലബാർ ചർച്ചിലാണ് ഇവിടുത്തെ കല്യാണം നടന്നത്. അതിന്റെ ഉള്ളിൽ എന്താ നടന്നത് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ പ്രോസസ്സിന്റെ ഭാഗങ്ങളാണ്. അത് കത്ത് മേടിക്കുകയും അത് വിചാരിച്ച പിതാവിന് കൊടുക്കുകയും കുരിയൽ സൂക്ഷിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടന്നു പോയിട്ടാണ് നടന്നത്. ഇതിനകത്ത് കുഴപ്പമില്ല. ഇങ്ങോട്ട് ആ വ്യക്തി പ്രവേശിക്കും കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിമേൽ ആൾ യാക്കോബായ അംഗമല്ല, സീറോ മലബാർ അംഗമാണ്, നിങ്ങളുടെ പൂർണ്ണവുമാണ്. ഞാനൊരു ഇത്, അതായത് നമ്മള് ഇപ്പൊ അച്ഛൻ പറഞ്ഞ റെഫറൻസ് പോലെ പൂർവ്വകാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരിലൂടെ തന്നെ വെളിപ്പെടുത്തി. എന്നാൽ ഈ അന്ത്യകാലത്ത് തന്റെ പുത്രനിലൂടെ തന്നെ സമ്പൂർണ്ണമായും വെളിപ്പെടുത്തി. അപ്പം ഈശോ തന്നെ സമ്പൂർണ്ണമായും വെളിപ്പെടുത്തി, പിതാവിനെ വെളിപ്പെടുത്തിയത് കുരിശിലാണല്ലോ, അല്ലെ? കുരിശിൽ വെച്ചാണല്ലോ. അപ്പൊ ഈ നമ്മളിപ്പോ പറഞ്ഞ ചോദ്യം പോലെ ആമോസിന്റെ
ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് വാസ്തവത്തിൽ കുരിശിലെ യേശുവിനെ അനുഭവിക്കാത്തതുകൊണ്ടല്ല നമുക്ക് അങ്ങനെയുള്ള സംശയം വരുന്ന യഥാർത്ഥത്തിൽ. കുരിശിലെ യേശുவோട് ഒന്നായി സംശയം തീരുന്നത് വഴി വരുന്നതിനെ കുറിച്ച് അങ്ങനെ വിചാരിക്കേണ്ട. പകരം അതുവരെ ഉള്ളതൊക്കെ വെളിപാടിന്റെ പ്രാഥമിക ഘട്ടങ്ങളോ അതിന്റെ പ്രൈമോഡിയൽ രൂപങ്ങളോ അപൂർണ വഴികളോ ആണ്. അത് വെച്ചിട്ട് വെളിപാടിനെ വിലയിരുത്താൻ പാടില്ല. അതുകൊണ്ട് ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പഴയ നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തെ ഏത് അർത്ഥത്തിലാണ് കാണേണ്ടത്, പഴയ നിയമം നമ്മുടെ പ്രബോധനത്തിന്റെ വിഷയമാകാമോ, അങ്ങനെ വിഷയമാകുന്ന ഇടങ്ങളിൽ എന്തായിരിക്കും അതിന്റെ മാനദണ്ഡം, അതായത് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലല്ലാതെ പഴയ നിയമത്തെ വ്യാഖ്യാനിച്ചുകൂടാ എന്നും പഴയ നിയമം ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടമായിരുന്നുവെന്നും അവിടെ വെളിപാട് പൂർണ്ണമല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പ്രിൻസിപ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തെ കാണാം. അതിനകത്ത് അങ്ങനെ ചോദിക്കുന്നതിന് കുഴപ്പമായിട്ട് കരുതേണ്ട കാര്യമില്ല. അത് ചോദ്യമല്ല ഞാൻ ചോദിച്ചേ, അതായത് കുരിശിലെ ഈശോയോട് നമ്മൾ ഐക്യപ്പെടുമ്പം ഈ സകല സംശയങ്ങളും ദൂരീകരിക്കപ്പെടുകയാണ്. പ്രവാചകന്മാരുടെ ഐക്യപ്പെടുമ്പോൾ നമുക്ക് സത്യത്തിൽ നമ്മുടെ ആത്മാവിൽ അത് ദൂരീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷെ നമ്മുടെ ഭൗതികമായി അത് അറിയുക എന്നുള്ളൊരു പ്രോസസ്സും കൂടി ഉണ്ട്. ഈശോയെ അറിഞ്ഞു, ഈശോയിലൂടെ നൽകപ്പെട്ട പ്രബോധനങ്ങളെയും അറിയണം. കാരണം അത് രണ്ടും ഈശോ നമുക്ക് തന്നിട്ടുള്ളതാണ്. ഈശോ പരസ്യവിധാനം മുഴുവനും പഠിപ്പിക്കുകയും ചെയ്തിട്ടാണ് കുരിശ് മരിക്കുന്നത്. കുരിശ് മരിച്ചപ്പോഴാണ് പഠിപ്പിച്ചതിന്റെ അർത്ഥം മനസ്സിലായത് എന്ന് മാത്രം. അപ്പോൾ അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുന്ന ഒരാൾ അതുവരെ വചനവേദിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പഠിക്കണം. പഠിച്ചിട്ടാണ് സ്വീകരിക്കേണ്ടത്. സ്വീകരിക്കുമ്പോൾ പഠിച്ചത് എന്താണെന്ന് അനുഭവിക്കാൻ പറ്റും. രണ്ടും വേണം. ഞാൻ ഒരു ഇതില്, അതായത് ഈശോ അറിയുന്ന 6 ഘട്ടങ്ങൾ. അത് 1 സൃഷ്ടപ്രപഞ്ചത്തിന്റെ അടിത്തറയായ ദൈവഗണം, 2 മനുഷ്യാവതാരം ചെയ്ത് സ്നേഹാർദ്ദനായി വ്യക്തിപരമായ സ്നേഹം നൽകി ഓരോ വ്യക്തിയിലേക്കും വ്യക്തിപരമായി പറഞ്ഞ അബ്രഹത്തിന് അങ്ങനെ ഓരോ വ്യക്തിപരമായ സ്നേഹം നൽകി ഓരോ മനുഷ്യരിലേക്ക് കടന്നു വരുന്ന ഈശോ. 3 കുരിശിലൂടെ മനുഷ്യവർഗത്തെ മുഴുവനും പിതാവിനോട് അനുരഞ്ജിപ്പിച്ച് കുരിശിലെ ഈശോ. 4 ഉദ്ധാനം ചെയ്ത് പ്രപഞ്ചത്തിന് നാഥനും ചരിത്രത്തിന് നായകനുമായ അക്ഷയം ലഘുത്വം ദീപ്തം സൂക്ഷ്മ അവസ്ഥ സർവ്വവ്യാപിയായി നമ്മുടെ ഉള്ളിലും മേളിലും താഴെയും സർവ്വവ്യാപിയായി വസിക്കുന്ന ഉദ്ധിതനായ ഈശോ. 5 സ്വർഗാരോഹണം ചെയ്ത ഈശോ, അതായത് ഈശോയുടെ മനുഷ്യ വ്യക്തിത്വത്തിൽ ദൈവമഹത്വത്തിന്റെ പൂർണ്ണതയും നിറഞ്ഞത് പങ്കുവെച്ചു തരാൻ ഓരോ മനുഷ്യരിലേക്ക് കടന്നു വരുന്ന സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തു. അനാദി മുതല പിതാവായ സമനായ ഇരുന്നവൻ. അതേ മഹത്വ ശക്തി നമ്മൾ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഈശോ തന്റെ സർവ്വമഹത്തോടുകൂടി നമ്മൾ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുമ്പോഴല്ലേ നമ്മള് സ്വർഗാരോഹണ തിരുനാൾ യഥാർത്ഥത്തിൽ ആഘോഷിക്കുക, അവന്റെ സർവ്വമഹത്വത്തോടും കൂടി. അതുപോലെ അച്ഛൻ പറഞ്ഞ 2ാം വരം എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ഒരു ഇപ്പൊ പറഞ്ഞ 1 Corinthians 15:28 പറഞ്ഞ മനുഷ്യനും മാലാഖമാരും ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഈ കൃപ സ്വീകരിച്ച് ദൈവം എല്ലാവർക്കും എല്ലാമായി തീരുന്ന 2ാം വരവ്. ഞാൻ ചോദിക്കായിരുന്നു ആ ഒരു അതായത് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഈശോയുടെ തന്നെ രക്ഷാപ്രവർത്തികളുടെ പ്രവൃത്തികളുടെ പല കാര്യങ്ങൾ എണ്ണി പറയുന്നതാണ്. ഞാൻ പറഞ്ഞത് ഈ വെളിപാട് അതിന്റെ പ്രാരംഭ ദിശ മുതൽ അത് പൂർത്തീകരിക്കുന്നത് വരെ ഉള്ള 6 ഘട്ടങ്ങളെ കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇത് കുറച്ചുകൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ശരിയാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ അതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ എക്സോർട്ടേഷന്റെ ഭാഗം മാത്രമാണ്, ഒരു ഡോക്ട്രൈനൽ വിഷയം എന്നതിനെ കുറിച്ച് കരുതേണ്ടതില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധ റൂഹ വഴിയാണ് ദൈവവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് ത്രിത്വം തന്നെ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സ്വന്തമായി സ്വീകരിച്ചു. പിതാവ് തൻ്റെ പുത്രനെ അയച്ചു, പുത്രൻ പരിശുദ്ധാത്മാവിനെ അയച്ചു. അങ്ങനെ ഞങ്ങളെ വീണ്ടെടുക്കാൻ മാത്രമല്ല, അങ്ങയോട് ഒത്താകാനും അങ്ങയിൽ പങ്കാളികളാകാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചു. കർത്താവെ, ഞങ്ങൾക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും കഴിയുന്നതിനേക്കാൾ ആഴമുള്ള ദൈവിക രഹസ്യമാണ്. മനുഷ്യരായ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഏതു വിധത്തിലാണ് ദൈവം തൻ്റെ മഹത്വത്തിലേക്ക് ഞങ്ങളെ സ്വീകരിക്കുന്നതെന്ന് ഈ ഭൂമിയിലായിരിക്കെ ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? അത് ഞങ്ങൾ വെളിപാടിൻ്റെ പൂർണ്ണതയാകുന്ന സ്വർഗത്തിൽ വെച്ച് ഗ്രഹിക്കും. കർത്താവെ, ഈ മനുഷ്യരായ ഞങ്ങൾക്ക്, പാപികളും ബലഹീനരും നിസ്സാരമായ ഞങ്ങൾക്ക് അങ്ങയെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്താൻ, ദൈവിക വെളിപാട് സംലഭ്യമാക്കാൻ അങ്ങ് തന്നെ താഴ്ന്നിറങ്ങിയത് അങ്ങയുടെ വലിയ മഹത്വമാണെന്നും ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹമാണെന്നും ഞങ്ങൾക്കറിയാം. ആ സ്നേഹത്തെ ഓർത്ത് അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ വെളിപാടിനെ അനുഭവിക്കാനും തിരുസഭയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന, നൽകപ്പെടുന്ന, വ്യാഖ്യാനിക്കപ്പെടുന്ന വെളിപാട് ഗ്രഹിക്കാനും തിരുവചനത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രബോധനങ്ങളെ സ്വീകരിച്ച് അനുഭവിച്ച് ജീവിക്കാനും പരിശുദ്ധ സഭയിൽ നിരന്തരമായിരിക്കാനും
ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ കൂടിയും അങ്ങയുടെ ഛായ കാണാനും അങ്ങനെ ഈ പ്രപഞ്ചത്തോട് ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്താനും ഒക്കെ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തണമേ. വചനത്തോടും വെളിപാടിനോടുമുള്ള ദൈവാവിഷ്കരണത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളെ കൂടുതൽ ഉറപ്പിക്കണമേ. കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. ശുഭ